വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ് കുറുവാക്യമായിട്ട് വായിച്ചത്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാലുകൾ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വേദവാക്യങ്ങളിൽ ഞങ്ങൾക്കായ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. നിന്നോട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നിങ്ങൾ എല്ലാവരും ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നതിന് ഒത്തിരി നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് നന്ദി. വീണ്ടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിലും നാളെ പകലും ദൈവവചനം സംസാരിക്കാനാണ് പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നാളെ തിരിച്ചു പോകാൻ ആദ്യം ചിന്തിച്ചെങ്കിലും ശരീരത്തിന് ക്ഷീണമുള്ളത് കൊണ്ട് ഉടനെ യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തേക്ക് തിരിച്ചു പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. വളരെ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 വായിച്ചതിന്റെ പ്രധാന വിഷയം ഭയപ്പെടേണ്ട. യേശു നേരിട്ട് പറഞ്ഞ ഭയപ്പെടേണ്ട. അതിന്റെ കാരണം തേജസ്കരിക്കപ്പെട്ട യേശുവിനെ പത്മോസിൽ വെച്ച് യോഹന്നാൻ ദർശിച്ചു. ഭയപ്പെടേണ്ട എന്ന് പറയാനുള്ളതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഈ ദ്വീപിൽ നീ ഒറ്റയ്ക്കല്ല, അഖിലാണ്ടങ്ങളുടെ ഉടവനാകുന്ന ഞാനും കൂടെ ഉണ്ട്. 2, ആ സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടിരിക്കുക, പേടിക്കണ്ട, വേറൊരു നല്ല സ്ഥലം ഒരുക്കുന്നു. 3, ഇവിടുത്തെ വാതില് നിനക്കെതിരെ അടച്ചു, സ്വർഗത്തിലൊരു വാതിൽ തുറന്നിട്ടുണ്ട്. നമ്മോട് വന്ന് തന്നെ കർത്താവ് അറിയിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ട് പിന്നീട് ചിന്തിച്ച വേറെ ഭാഗമാണ് ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഒന്നുകൂടെ വായിക്കാം. ഈ സഹോദരന്മാര് 1-2 പേരൊക്കെ ഒന്ന് വായിച്ചു തന്നാൽ നല്ലതായിരുന്നു. അമ്മ തന്നെ കിടന്ന് വായിക്കുക, കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ദൈവം അനുഗ്രഹം തരും. തപ്പി ഒരുപാടില്ല. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമൊക്കെ നിനക്ക് മടക്കി തരിക. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണം. ഇസ്രായേലിന്റെ 2-ാമത്തെ രാജാവായ ദാവീദ് ഓർപ്പിച്ചല്ലോ, ശൗലിന്റെ കാലത്ത് ഒരു കാര്യത്തിന് ഓർഡറില്ല.
ഒരു ഓർഡറില്ല. നാടൻ ഭാഷ പറഞ്ഞാൽ കുത്തടിഞ്ഞ ജീവിതമാണ്. അങ്ങനെ ജീവിക്കുന്ന പെന്തിക്കോസുകാരുമുണ്ട്. ഒരു ഓർഡറില്ലാത്ത ജീവിതം, കുത്തടിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഏത് വ്യക്തിയാണെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഓർഡർ വേണം. രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ക്രമത്താൽ ചെയ്യുക, ദിനചര്യകൾ എല്ലാം ഓർഡറിലായിരിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടും. പുതിയ നിയമസഭയ്ക്ക് പ്രമാണം തന്നപ്പോൾ കൃപാവരങ്ങളെ പറ്റി, അത് വിനിയോഗിക്കേണ്ട വിധങ്ങളെ പറ്റി പറയുമ്പോൾ പൗലോസ് കൊടുത്തിരിക്കുന്ന പദം എല്ലാം ഉചിതമായിട്ടും ക്രമമായിട്ടും, അങ്ങനെ ഉചിതമായും ക്രമമായും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദൈവം സൃഷ്ടി നടത്തിയപ്പോഴും എല്ലാം ഓർഡറില്ല, വാരി വലിച്ച് സൃഷ്ടിക്കുകയല്ലായിരുന്നു. കുറച്ച് പർവ്വജാതി ഉണ്ടാക്കിയാൽ ബാക്കി അടുത്ത ദിവസം എല്ലാം ഉണ്ടാക്കാം, അങ്ങനൊന്നുമല്ല. വെള്ളത്തിലെ കുറെ എണ്ണത്തിനെ സൃഷ്ടിച്ചേച്ച് അഴിഞ്ഞ് നേരം കിട്ടുമ്പം പിന്നെ കാര്യം ചെയ്യുക, അങ്ങനല്ല. മൃഗജാതി ആ പകുതി എണ്ണത്തിന് ഇപ്പം മതി, ഇനി പകുതി പിന്നെ കാര്യം നോക്കട്ടെ ഇത് ഒപ്പ് ഒഴിക്കുന്നു, അങ്ങനൊന്നുമല്ല. എല്ലാം ഓർഡറല്ല. നക്ഷത്രങ്ങളെല്ലാം വാരി വെതറിയിട്ടിരിക്കുക, അതെല്ലാം കൃത്യത്തിനാണ് കറങ്ങുന്നത്, കൂട്ടുമുട്ടുന്നില്ല. എല്ലാം അതിൻ്റെ കൃത്യത്തിനാണ്. ദൈവം ചെയ്തതെല്ലാം ഓർഡറില്ല. ഈ നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യമാണ് ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ. ഈ ഭൂമി എത്ര ഭൂമിയെ വിഴുങ്ങാൻ വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് വേറെ കിടക്കുന്നത്. നമ്മൾ ചിന്തിച്ച എൻ്റെ ഭാഷ പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. സാറ് കൊടുത്തിരിക്കുന്നൊരു പ്രയോഗം മാലുണ്ടാകും, ഇതിന് ചൂട് കേവലം ചിന്തിച്ച അസുഖം ഉണ്ടാകുന്ന 9 കോടി ഓടും 30 ലക്ഷം മൈൽ 50 മാർ അകലത്തിലാണ് അസ്കരൻ പ്രേക്ഷകർ എഴുതിയിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി എന്നറിയാൻ അന്ന് എണ്ണിയപ്പം 60 കോടി. ഭൂവിലും മടങ്ങഴും ഭാവകൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികം അർക്കനും നേതിഷ്ഠമാം 5 ലക്ഷം കോടികൾ ദൂരവേ ചലിക്കുന്ന ഭൂഗോള വിദ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകെ 28,000 പരിണാമം എന്ന് പറഞ്ഞ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഭ്രാന്ത് കിട്ടും. ഓൾറെഡി ഭ്രാന്തുണ്ട്, പിന്നെ ഇതോടെ ചിന്തിച്ച് പുതിയ ഭ്രാന്ത് വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തപ്പനെല്ലാം ഓർഡറിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം, ഓർഡർ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചില യോഗത്തിന് തന്നെ ചില പാസ്റ്റർമാർക്ക് ഓർഡർ ഒന്നുമില്ല. ഒക്കെ നിലത്തിട്ട് പാടുക, ഒക്കെ നില കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. ഞാൻ ചില കൺവെൻഷനൊക്കെ ചെല്ലുമ്പം നേരത്തെ ഞാൻ പറയും, ഒടുവിലത്തെ ദിവസം വന്നേ പറയും, കുറച്ചുകൂടി ഈ നന്ദി വല്ലതും പറയാനുണ്ട് നേരത്തെ പറഞ്ഞോണം. ചില ബോധമില്ലാത്ത ആൾക്കാരുണ്ട്, വചന ശുശ്രൂഷ കഴിഞ്ഞ് പ്രാർത്ഥിച്ച അന്തരീക്ഷത്തിൽ ജനം പിരിയണം. ഇത് ചെയ്യുകയല്ല. വചന ശുശ്രൂഷ കഴിയുമ്പം സെക്രട്ടറി അല്ലെങ്കിൽ മെയിൻ ആളോട് ഇപ്പം നന്ദി വായിക്കണം, ഇവന്മാർ ഇത് മുഴുവൻ കുളമാക്കും. അവനതിനായിട്ടിരിക്കുക. ഒടുവിൽ കീച്ചാൻ അങ്ങാടി വരുന്ന കുറിക്കുമ്പോൾ ഇതെല്ലാം കുറിച്ച് വെച്ചിരിക്കുക. പോലീസുകാർക്ക്, മൈക്ക് ഓപ്പറേറ്റർക്ക്, വീഡിയോ എടുത്തവർക്ക്, പ്രസംഗിക്കാൻ വന്ന ഉപദേശിമാർക്ക്, ലോക്കൽ സഭയ്ക്ക് ഇതൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല, നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. ഇതിന് വേണ്ട ഞാൻ നന്ദി പറയുന്നു. ഇപ്പൊ എനിക്ക് അധികം നന്ദിയൊന്നും പറയണ്ടേ, എന്നെ ഏൽപ്പിച്ച കാര്യമാണ്. പക്ഷേ ഏൽപ്പിച്ചത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലെന്നുള്ളത് നമ്മൾ കുറ്റക്കാരാണ്. അതെ, ഇതിന് വേണ്ടതേ നന്ദി പറയണ്ടേ. സെക്രട്ടറിക്ക് നന്ദി, ട്രഷററിന് നന്ദി, ഞങ്ങളുടെ സഭയിലെ സഹോദരിമാർക്ക് നന്ദി. ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ച കാര്യമല്ലേ അല്ലേ? നമ്മളെല്ലാവരും കൂടെ ദൈവത്തിന് അങ്ങ് നന്ദി പറയണം. ഇതാ ചെയ്യേണ്ടത്. പക്ഷേ ഇത് ചെയ്യുകയല്ല, അങ്ങ് നന്ദി പറച്ചില്ല. ദൈവത്തിന് നന്ദി പറയുന്നില്ല. പിന്നെ ദൈവം മടങ്ങാതിരിക്കാൻ തൊട് കഴിഞ്ഞ് പറയും സകല മഹത്വവും ദൈവത്തിന് അവർ. പിന്നെ എന്നിട്ട് പറയും വിട്ടുപോയവരുടെ കാര്യം ദൈവമുണ്ട്, എനിക്കൊന്നും ആവശ്യമുള്ളതല്ല. അല്ല, പോലീസ് അധികാരികൾക്ക് നന്ദി. അവിടെ ചെല്ലാൻ അടച്ച് കാര്യം കൊടുത്തേച്ചാൽ മേടിച്ചല്ലേ?
അല്ലേ? പിന്നെ എന്നാ നന്ദി പറയാം? അവരുടെ ഉത്തരവാദിത്തം ആ സാധനം തരണമെന്നുള്ളത് ഇല്ല. മിണ്ടുന്നില്ല, മിണ്ടുക. പാട്ടുകാർക്ക് നന്ദി. ഒരു പണിയില്ലാതിരിക്കുക, അന്നേരം അവനെ പാടാൻ വിളിക്കുക. അവൻ നമുക്കാ നന്ദി പറയണ്ടേ? അല്ലേ? ഒരു പണിയില്ലാതെ ജോലി കുത്തിയിരിക്കുക, എന്നാലും അവനെ ചേച്ച കെട്ടിരാണ്ട് അവൻ ആദ്യം ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ എന്നെ വിളിച്ചല്ലോ, പിന്നെ വിളിച്ചവർക്ക് അങ്ങോട്ട് നന്ദി പറയച്ചാ വിളിച്ചതിന് നന്ദി. പിന്നെ നിങ്ങൾ എനിക്കല്ല നന്ദി പറയണം, ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ പൊട്ടനാകുന്ന എന്നെ ദൈവം ഇത്രത്തോളം നടത്തുന്നല്ലോ, പിന്നെ വിളിച്ച നിങ്ങൾക്ക് ഞാനാണ് നന്ദി പറഞ്ഞത്, നിങ്ങൾ എനിക്കല്ല. അല്ല, എല്ലാം കറങ്ങിയിരിക്കാതെ അന്നേരം ഇവിടെ വരെ വരാനും ഈ സ്റ്റേജ് ഇങ്ങനെ ഒരുക്കി തരാനും ഒക്കെ നിങ്ങളിടയാക്കിയത് ദൈവം കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നന്ദി. ഇത് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ കുറെ കക്ഷികൾ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ട്, ഒത്തിരി ഉണ്ട്. മൈക്രോസെറ്റുകാർക്ക് നന്ദി. പിന്നെ ഉരുപ്പടിച്ച് പോകേണ്ടതാ, ആരും വിളിക്കാതെ ചുമ്മാ ഉരുപ്പും എടുപ്പും പിടിച്ചിരിക്കേണ്ടത്. നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് നന്ദി പറയണം. അവിടെ കൈപ്പെട്ടി പ്രമാണമല്ല, ചുമ്മാ ഇരിക്കാൻ. നിങ്ങൾ വിളിച്ചുകൊണ്ട് 2 ദിവസമൊക്കെ ഇരിക്കാനും എടുക്കാനും മിണ്ടുന്നില്ല. ആദ്യം ദൈവത്തിനാണ് നന്ദി പറയണം, പിന്നെ വിളിച്ചവർക്ക് നന്ദി പറയണം. മാസുമാർക്കല്ല നന്ദി. മാസുമാരുടെ ജോലി ഇതാ, വേറെ എന്നാ പണി? അതിന് നന്ദിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഇവിടെ ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് യോഗം കഴിയുമ്പം എനിക്ക് നന്ദിയൊന്നും പറയണ്ട, നമ്മളെല്ലാം കൂടെ ദൈവത്തിനൊക്കെ നന്ദി പറയണം. കർത്താവിൻ്റെ വലിയ ദാസൻ, അത്ഭുതദാസൻ, ഭയങ്കരദാസൻ ഒന്നുമില്ല. ഇപ്പൊ ശരീരത്തിൽ ക്ഷീണമുള്ളത് കൊണ്ട് ഇരുന്നോണ്ട് പറയുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം കൂടെ ദൈവത്തിനൊക്കെ നന്ദി പറഞ്ഞാണ്. എല്ലാം കല്യാണത്തിന് ഇപ്പം അതൊരു ചടങ്ങ. കല്യാണത്തിന് ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ നന്ദി കേറ്ററിംഗ് ആൾക്ക്. അവനെ വിളിച്ചാൽ അവൻ നമ്മക്കല്ലേ നന്ദി പറയണ്ടേ? അല്ലേ? രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയ കേറ്ററിംഗ് അവൻ നമുക്ക് നന്ദി പറയണം. ആദ്യം കല്യാണത്തിന് എന്നെ വിളിച്ചു ഭക്ഷണം ക്രമീകരിച്ചു തന്നല്ല, അവർക്ക് ചില പൈസ ലാഭം കിട്ടുക. അവൻ നമ്മക്കാ മിണ്ടുന്നില്ല. അതാണ് ചെയ്യുന്നത്. ഓവർസീറിനെ സൂപ്രണ്ടിനെ വിളിച്ചു, പുള്ളി നമുക്ക് നന്ദി പറയണം. അവിടെ ആരും വിളിക്കാതിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് കല്യാണം നടത്തിച്ചല്ലോ, ഇങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. ദൈവത്തിന് നന്ദി പറയാൻ, പിന്നെ വിളിച്ചവർക്ക് നന്ദി പറയണം. ഇതായത് പ്രമാണമാണ്. സ്തോത്രം. കുഴപ്പമില്ല, ഒരു 2 മണി കഴിഞ്ഞ് വിളിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. ദൈവം നമുക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, അവസരം നൽകി. ചില പറയാറുണ്ട് സഭക്കാർക്ക് നന്ദി. സഭക്കാരെ ഏൽപ്പിച്ച കാര്യമായത്, ആ ഏൽപ്പിച്ച കാര്യം നമ്മൾ വൃത്തിയാക്കി ചെയ്യുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ കുറ്റം. നല്ല നിലയിൽ നമ്മൾ ആരും ചെയ്യുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അന്യോന്യം താങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയാതെ എല്ലാവരുടെ ചേർന്ന് ദൈവത്തിന് നന്ദി പറയണം. ദൈവം ഞങ്ങൾക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി, നന്മ നൽകി, അവസരം നൽകി, തന്ന ബലത്തിന് എല്ലാം ദൈവത്തിനങ്ങ് നന്ദി പറഞ്ഞാൽ മതി. നീയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ജോലി വിഷയത്തിൽ വരാം. അപ്പോൾ ദാവീദിന്റെ കാലം വന്നപ്പോഴാ ഇതെല്ലാം ഓർഡറാകുന്നത്. ഈ വിധത്തില് അടുക്കും ചിട്ടയും വേണം. ഞാനത് എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യവും വളരെ ശ്രദ്ധിക്കുന്ന കാര്യവുമാണ്. അടുക്കും ചിട്ടയുണ്ടായിരുന്നു.
ഇപ്പൊ അടുക്കളയിൽ പെരുമാറുന്ന സ്ത്രീകൾ ആ വീട്ടിനകത്ത് അടുക്കും കിട്ടുകയാണ് എന്ത് ജോലി എന്ത് എളുപ്പമാണ്. എളുപ്പമല്ലേ? എളുപ്പമാണ്. ഭയങ്കര പണിയാണ്, പറഞ്ഞ ഒരു ചിട്ടയും ക്രമവും ഇല്ല. ഈ എൻ്റെ വല്യമ്മച്ചി പറയും അടുക്കള പണി ഒരു താളമാണ്. അത് ആ താളത്ത് ചെയ്താൽ ക്ഷീണവും വരത്തില്ല, എളുപ്പമാണ്. ഞാൻ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് കൊച്ചില്, പിന്നെ വല്യമ്മച്ചി പറഞ്ഞു പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ വീട് കുട്ടനാട്ടില്ല. വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 106 വയസ്സ്. തളർന്നു കിടക്കുമെന്ന് വല്ലതല്ല, ഇപ്പോഴും മിറ്റം അടിക്കും. മൂലം രണ്ടാണ്ട് വന്ന് കിടക്കുക. ഒറ്റ മുടി നരച്ചിട്ടില്ല, നല്ല ചിട്ടയാണ്. അത് പറയാനായി വന്നത്. അപ്പം നല്ല വൃത്തിയാണ്. ഇപ്പോഴും രാവിലെ 4:30 കുളിക്കും പച്ചവെള്ളത്തിൽ. ഞാൻ കുളിക്കാതെ നനയ്ക്കാതെ നല്ല തള്ളയൊന്നുമല്ല. ഞായറാഴ്ച പോലും കുളിക്കാതെ വന്നിരുന്നിരിക്കുകയാണ് എല്ലാവരും. അല്ല, ചിലര് ഞായറാഴ്ച പോലും കുളിക്കുകയല്ല. ഇങ്ങനെ പറയുന്ന കാണാൻ കുളിക്കും. അപ്പം അമ്മച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ അറിയാൻ ചില ഞാൻ കുഞ്ഞുനാളെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരുടെ ചുട്ട അന്ന് ഇതുപോലെ ഗ്യാസോ കറണ്ടോ മിക്സിയോ ഗ്രൈൻഡറോ അങ്ങനെയുള്ള മോഡേണൊന്നുമില്ലല്ലോ. എല്ലാം മഞ്ചടിയും മംഗലവും. ചില വീട്ടിൽ അലൂമിനിയം പാത്രമൊക്കെ ഉണ്ട്. സ്റ്റീൽ പാത്രമൊക്കെ വലിയ രാജകാരുടെ വീട്ടിലാണ്, കറണ്ടുമില്ല. അപ്പം പുള്ളിക്കാരിയുടെ ജീവിത രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ അത്ര എഫക്റ്റ് അല്ല. പഴയ ആൾക്കാർക്ക് പറയുമ്പോൾ ചില കാര്യം ബോധ്യപ്പെടും. പുള്ളിക്കാരി വൈകിട്ട് തന്നെ അത്താഴഊണെല്ലാം കഴിഞ്ഞ്, അമ്മച്ചിയുടെ ചിട്ടയാണ് ഞാൻ പറഞ്ഞത്, അത്താഴഊണ് കഴിഞ്ഞ് മക്കളെയൊക്കെ വളർത്തി വീട്ടുകാരി വരിക. അപ്പം രാത്രി തന്നെ 2-3 അടുപ്പുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വലിയ അടുപ്പയിലെ വലിയ കലത്തിലെ രാത്രി തന്നെ വെള്ളം ഒരു 3/4 കലം അടുപ്പയിൽ വെച്ചേക്കും. തൊണ്ടും പൊത്താനും എല്ലാം അടുപ്പയിൽ തന്നെ രാത്രി തന്നെ അതെല്ലാം ക്രമപ്പെടുത്തി വെക്കും. ഇപ്പുറത്തെ അടുപ്പയിലും അങ്ങനെ തന്നെ. ഇതെല്ലാം ക്രമീകരിച്ചാ വിശ്രമിക്കുന്ന വൈകിട്ട്. രാത്രി പാത്രമെല്ലാം കഴുകി അടക്കളയെല്ലാം തൂത്ത് വൃത്തിയാക്കി വെച്ചേക്കാലോ വെള്ളം വെച്ച് ക്രമപ്പെടും. അപ്പൊ ചോദിക്കും പറയും വെളുപ്പിനെ എഴുന്നേക്കാൻ പിന്നെ ഇതെല്ലാം എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. പല ഇതാ രാത്രി തന്നെ ഇതെല്ലാം ഏതായാലും ഞാൻ തന്നെ ആക്കിക്കണ്ട. എന്നാൽ പിന്നെ നേരത്തെ അങ്ങനെ വെളുപ്പിനെ എഴുന്നേറ്റ് അവിടെ ഞാൻ പുള്ളിക്കാരി കുളിക്കും. കുളിച്ചേച്ചി അടുപ്പ തീ കത്തിക്കും. മുടുത്ത കാലത്തിനകത്ത് വെള്ളമുണ്ട്, തീ കത്തിക്കും. എന്നുവെച്ചാൽ മിറ്റം അടിക്കാൻ പോകും. 4 വർഷവും മിറ്റം അടിക്കും. എല്ലാം മിറ്റം അടിച്ച് വൃത്തിയായിട്ട് അകത്ത് വരുമ്പോൾ വെള്ളം വിട്ട് തിളയ്ക്കും. ജോലിയുടെ ഓർഡറായി പറയുന്നത്. വെള്ളം വെട്ടി തിളച്ച് കിടക്കും. അപ്പം എഴുന്നേൽക്കുമ്പോൾ തന്നെ അരി എന്നൊക്കെ പാറ്റിലല്ലേ, മുളത്തിലിട്ട് പാറ്റി പുറകെയൊക്കെ വെച്ചിരിക്കുക. അത് അളന്നൊരു പാത്രത്തിൽ ഇട്ട് വെള്ളം ഒഴിച്ചിട്ടേ മിറ്റം അടിക്കാൻ പോകുന്നത്. മിറ്റം അടിച്ചിട്ട് വരുമ്പോൾ ഈ വെള്ളം വിട്ട് തിളയ്ക്കും. ഇപ്പുറത്തെ കാലത്തിനകത്ത് കാപ്പിപ്പൊടിയും അന്ന് ചക്കരയാണ്. ഈ വെള്ളം എടുത്ത് അതിലൊഴിച്ചപ്പോൾ കാപ്പിക്കാൻ തിളച്ച വെള്ളം അരി ഇച്ചിരി കുതിർന്ന് കിടക്കും. അതൊന്നുകൂടെ ഞെരടി കഴുകി ഇതിലോട്ട് ഇടും. എത്ര ജോലി പെട്ടെന്നായി. എന്തായാലും വെള്ളം ഇപ്പൊ എല്ലാം പറയുന്നില്ല. ഒരു 7 മണിയാകുമ്പോൾ ജോലിയെല്ലാം ഒതുങ്ങും. ചോറും വെക്കും, കൂട്ടാനും കാണും. രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അരി ഈ നല്ല കുന്നലിൻ്റെ അരിയല്ലേ, കുട്ടനാടല്ലേ, അരി വെള്ളത്തിലിട്ടേച്ച് കല്ലേ വെച്ചാൽ രാവിലെ അരയ്ക്കുന്നത്. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുക. കുടവൻ്റെ ഇലയെ കൂടെ ചേർത്ത് അരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. നല്ല കടി കടാന്ന് പുള്ളിക്കാരൻ നല്ല മിടുക്കിയ. ജോലിക്ക് ഒരു ഓർഡർ ഉണ്ടെന്നായി പറഞ്ഞത്. 8 മണിയാകുമ്പോൾ എല്ലാ ജോലിയും തീരും. അതിനിടയ്ക്ക് എല്ലാ കാര്യവും തീരും. അന്നേരം വേറൊന്നും പറഞ്ഞില്ല. വേറൊരു തള്ളയുണ്ട്. 7:30 തലയിൽ ചൊല്ലിരിക്കുക, കാപ്പി കുടിക്കാൻ. കുളിക്കുകയില്ല.
കാപ്പിക്ക് ഇവിടെ വരും. കൊച്ചമ്മ കാപ്പി വെച്ച് തരാം. അങ്ങനെ ഉണ്ട്. എഴുന്നേറ്റത്തുമില്ല, കുളിക്കുകയില്ല, ഓർഡറുമില്ല, യാതൊരു ക്രമവുമില്ല. മനസ്സിലായോ? നിങ്ങൾ പ്രശ്നക്കാരാന്നല്ല പറഞ്ഞത്, അങ്ങനെ താളത്തിലൊന്ന് ചെയ്ത് എന്ത് എളുപ്പമാണെന്നറിയോ? എല്ലാം എളുപ്പമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ. എന്നും തൂത്തുവാരുന്ന വീടാണെങ്കിൽ വലിയ പണി കാണില്ല. ഇത് പ്രാർത്ഥനയുടെ തലേന്നാ തൂത്തുവാരുന്നത്. ുക്കലി തൂത്തുപാട് വന്ന അവസാനം തള്ള തുമ്മി പിറ്റേന്ന് യോഗത്തിന് ഇരിക്കാൻ വരെ തള്ളക്ക് എന്നും അന്ന് ഓർഡർ ആക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അന്നുള്ള തുണി അന്നു കഴിയില്ലേ, എളുപ്പമല്ലേ? നിങ്ങളാരും ചെയ്യുന്നില്ലെന്നാക്കി പറഞ്ഞത്. വിശേഷിച്ച് ഈ ദേശത്തുള്ളവരൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കാതെ കൂടെ ഒക്കത്തില്ലല്ലോ. നല്ലതുപോലെ അധ്വാനിക്കുന്നില്ല. വേറെ ചില കേസുകളുണ്ട്, ഈ ഓൺലൈനിലൊക്കെ ചില മെനക്കേട് കേസ് ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ്. നിങ്ങളിത് നമ്മളേക്കെടുക്കണ്ട. ഒരു ജോലിയും ചെയ്യാത്ത പെണ്ണുങ്ങൾ കുറേ എണ്ണമുണ്ട്. അവരെ എടുത്തുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. അപ്പൊ ഈ ജോലികളൊക്കെ ഓർഡറിൽ എല്ലാ കാര്യം, ശുശ്രൂഷയുടെ കാര്യം അങ്ങനെയാണ്. നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു വീക്ഷണമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ നിർത്തണം, എപ്പം നിർത്തണം, ഏത് വിധത്തിലായിരിക്കണം, അതാ രീതി പോയ എങ്ങനെ അനുഗ്രഹമായിരിക്കുമെന്നറിയാം. സ്തോത്രം. അവിടെ ദാവീദിന്റെ കാലത്താണ് എല്ലാത്തിലും ഓരോണമായി. ശൗലിനെ ഇതൊന്നും ശ്രദ്ധിക്കാനും എടുക്കാനും നേരമില്ല. പുള്ളിക്ക് ഇങ്ങനെ സുഖജീവിതമാണ്. നിങ്ങൾ 14:1-2 പ്രാവശ്യം ശമൂവേലിന്റെ 1-ാം പുസ്തകം 14:1-2. വരിക നാം അങ്ങോട്ട് ഫിലിസ്ത്യരുടെ പാളയത്തിലേക്ക്. അപ്പനോട് പറഞ്ഞില്ല താൻ. കാരണം മതി, നീ അവിടെ ഇരിക്കണ്ട, അയാളെ നീ ശല്യപ്പെടുത്തണ്ട. ഒരിക്കലേ ആയുധവാദികളോട് യോനാഥാൻ പറഞ്ഞു, വരിക, നമുക്ക് ഫിലിസ്ത്യരുടെ നേർക്ക് പോകണം. അപ്പനാകത്ത് ശൗലിനോട് പറഞ്ഞില്ല. കാരണം പുള്ളി ഗിബയോനിലെ മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിലിരിക്കുക. മാതളം ജഡത്തെ ത്രസിപ്പിക്കുന്നതാണ്. മാതളം ജഡത്തിന് പോഷണം കൊടുക്കുന്നതാ മാതളം. പണ്ടൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും സ്ത്രീകള് മാതളത്തിന്റെ തോട് ഉണങ്ങിയച്ച് തേനിനകത്ത് ഒന്നും അറിയാം ചാലിച്ച് അവിടെ ഇവിടെയൊക്കെ തൂക്കുന്നതാണ്. കുറച്ചുകൂടെ തിളക്കം ഉണ്ടാകാൻ മാതളം. അപ്പൊ ഇത് ജഡത്തെ പോഷിപ്പിക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ജഡത്തിന് പോഷണം കൊടുക്കുന്നത് ആ മാതളം. ചുരുക്കി പറഞ്ഞാൽ പുള്ളി മാതളത്തിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആത്മീയ ഒന്നും വിഷയമല്ല, മുഴുവൻ ജഡീക വിഷയമാണ്. ശരീരത്തെ പുഷ്ടിപ്പെടുത്തണം, ശരീരത്തെ പോഷിപ്പിക്കണം. ജഡപ്രകാരം, ലോകപ്രകാരം, ലൗകികമായ വിഷയമാണ് പുള്ളിയുടെ പ്രധാന വിഷയം. ആത്മീയ ഒന്നും വിഷയമല്ല. എന്നാൽ ദാവീദിന്റെ കാലം വന്നപ്പോൾ ഇതിലെല്ലാം ഓർഡറായത് നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ. അങ്ങനെ എല്ലാം ഓർഡറാക്കി വില്ലോ പണിതു, സമ്പാദനകരം പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി, കൂറിന്റെ ക്രമത്തിൽ പുരോഗതി ശുശ്രൂഷകരെ നിയമിച്ചു, പാട്ടുകാരെ നിയമിച്ചു, എതിർത്തൂറ്റുകയെ മാനാസാപ് എല്ലാം ഓർഡറാക്കി. എല്ലാം ഓർഡറാക്കിയിട്ട് ദാവീദ് ചോദിച്ച ഭാഗമാണ് ആ 9:7 ദാവീദ് പറയുകയാ, ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരിക. നീയോ നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. ഇത് പറയാൻ കാര്യം യോനാഥാന്റെ നിമിത്തം ദയ കഴിയുന്ന 9:1
വായിച്ചേ. ആ, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? നാട്ടിൽ കേട്ടിരിക്കുന്ന വർത്തമാനം ശൗലിന്റെ കുടുംബം മുഴുവൻ നശിച്ചു പോയെന്ന. ആ കുടുംബത്തിൽ ഒരെണ്ണമില്ല, മുഴുവൻ നശിച്ച് വെണ്ണീർനാശം വന്ന നാട്ടിൽ കേട്ടിരിക്കുന്ന ആളുകൾ, നാട്ടുവർത്തമാനം. അപ്പൊ അതിന് വെളിച്ചത്തിൽ ചോദിച്ചു, ഇനി ആരെയും ആ കുടുംബത്തിലുണ്ടോ? ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ. യോനാഥാനും ദാവീദും തമ്മിൽ ഉറ്റമിത്രങ്ങളാണ്. അതാണല്ലോ വായിക്കുന്നത് 18:1. ഇന്നലെ വായിപ്പിച്ചതാ 18:1. അല്ല ശമൂവേലിന്റെ 1-ാം പുസ്തകം 18:1. അവൻ ശമൂവേലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്ന് നടന്നത് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഇവര് തമ്മിൽ ഉറ്റമിത്രങ്ങളായി, സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ. കാര്യം ഇന്നലെ ഓർപ്പിച്ചു, പവിഴതരമുള്ളതുകൊണ്ടല്ല, സുനേത്രനായതുകൊണ്ടുമല്ല, ആത്മീക ശുശ്രൂഷയാണ് വിഷയം. 40 ദിവസമായി ഒരു മണ്ണിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഇസ്രായേലിൽ ഒറ്റ ഒരുത്തരം കയറി ഏക്കുന്നില്ല. എല്ലാം മിടുക്കന്മാരാ. PTH, PD, MDയും MTH റിസർച്ചും സറാഫൂർ യൂണിവേഴ്സിറ്റി ഏരിയയുടെ അഭിലേഷനുള്ള ആൾക്കാരും കേംബ്രിഡ്ജിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും ഓക്സ്ഫോർഡിൽ നിന്ന് ഇറങ്ങിയവരും എല്ലാം മിടുക്കന്മാരാ. മുഴുവൻ റവേണ്ടോയുമാണ്. പക്ഷേ കാര്യത്തിനൊന്നതിന് ചുമ്മാ ഇങ്ങനെ കൺവെൻഷൻ കഴിയുമ്പോൾ കയ്യിൽ കെട്ടി ഇങ്ങനെ നിൽക്കാന്നല്ലാതെ ഒരെണ്ണത്തിന് നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് കയ്യിൽ കെട്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോലും ഒരെണ്ണത്തിന് അറിയത്തില്ല. പുസ്തകം ഈ കൈയുടെ പറ്റിയുള്ള പുസ്തകക്രമം പോലും അറിയാറില്ല. ഒന്നും അറിയില്ല. ഒരു ശുശ്രൂഷ ചെയ്യാൻ പോലും ചിലരൊക്കെ ഒന്നുമില്ല. ഈ നിപ്പൊക്കെ കണ്ടാൽ നമ്മൾ ഒരാളാണ്. ഒന്നും അറിയില്ല. 40 ദിവസമായിട്ട് ഈ മല്ലൻ വെല്ലുവിളിച്ചിട്ടും ആരും കയറിയേക്കുന്നില്ല. അവനാണെങ്കിൽ നല്ല നെടുപ്പമുള്ളത്. ഇന്നലെ നമ്മൾ അതാ ചിന്തിച്ച് നടത്തിയത്. വായിച്ച 17:4. 17:4. ആ, അവനോട് താല്പര്യമില്ല. ബാക്കി കൂടെ വായിക്കും. കുന്തം ആയിക്കോട്ടെ, എന്തെങ്കിലും കുന്തമാട്ടെ ആയിരുന്നു. അതേത് ബൈബിളാ? ബൈബിൾ സൊസൈറ്റിയുടെ ആണോ അതോ? അതാ ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷയാണ് നല്ലത്, പ്രയോഗമാണ് നല്ലത്. എന്നാലും വായിച്ചു, ഏതായാലും സന്തോഷത്തോടെ വായിച്ചു. കുന്തവർക്ക് കുന്തം ആയിരുന്നു. മതി 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 മതി. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗർജനായ ഗോലിയാത്ത് എന്നൊരു മകൻ പുറപ്പെട്ടു വന്നവൻ 6 മുഴവും 1 ചാൺ നെടുപ്പും ഉണ്ടാകും. അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ അരിയാവിലെ ശേഖയിൽ തൂക്കമുള്ള താമര കവചം ധരിച്ചിരുന്നു. അവന് കാൽച്ചോട്ടിലും ചുമലിലും താമരങ്ങളുടെ ഒരു വേരുമുണ്ടാകും. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുരതി പോലെയാകുന്നു. കുന്തത്തിന്റെ അലക് 600 ശേഖയിൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവന്റെ മുൻപിലൂടെ. ഇതാണ് അവന്റെ പ്രകൃതി. 6 മുഴുവൻ 1 ചാണ്ടെടുപ്പം കണക്ക് തെറ്റി കൊടുക്കുന്നത്. അപ്പൊ 6 എന്നുള്ളത് സാധാരണ കണക്കാണ്. 6-ാം ദിവസം ഈ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 6 എന്നുള്ള അക്കം സാധാരണ കണക്കായി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓർപ്പിച്ചല്ലോ 6 ദിവസം ഒന്നും ഉപവാസ പ്രാർത്ഥന വെക്കാത്ത. വെക്കുന്ന എല്ലാം 1, 3, 7, 10, 21 ഒക്കെയാണ്. 6 സാധാരണ കണക്കാണ് വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം. 6 സാധാരണ കണക്കായതുകൊണ്ട് ശപിക്കപ്പെട്ട മിസ്രയീമിന് 6 പിള്ളേര്.
വായിച്ചല്ലോ, 10:13 ഉൽപ്പത്തി 10:13. ആ മിസ്രയീം, ലൂദി, അനാമിൽ, യഗാമിൽ, നഫ്തൂലി, പത്രൂസി, ഗാത്രൂസി, 6 പേര്. ഇത് ശപിക്കപ്പെട്ട മിസ്രയീമിൽ ജനിച്ചത് 6, ശാപം കിട്ടിയതാണ്. കണക്ക് തെറ്റാ. 6. ഇനി മിസ്രയീമിലെ ഭക്ഷണം അതും 6. വായിച്ചു 11:4. ഇന്നലെ വായിപ്പിച്ചതല്ലേ? അല്ല, അത് ഉൽപ്പത്തിയാ 11 വായിച്ചത്. സംഖ്യ 11:4. നാലാം വാക്യാണോ അമ്മ തുടങ്ങിയത്? അങ്ങനെ തുടങ്ങണ്ടേ? ഇനി അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി. അതെന്നാ ജാതിയാണ്? ഇതുപോലൊരു ജാതിയുണ്ടോ? അതാണോ സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ? ഇസ്രായേലാണോ? അതുമല്ല, മിസ്രയീമിലാണോ? അതായത് സമ്മിശ്ര ജാതി. പെന്തിക്കോസാണോ? അതുമല്ല, സമുദായമാണോ? അതുമല്ല. ബിഎന്തപ്പിച്ചും പണ്ട് പറയുന്നത് കിണറാണോ? അതുമല്ല. കുളമാണോ? അതുമല്ല. കുളവ് കിണറുമല്ല, കുളമല്ല. പെന്തിക്കോസാണോ? അതുമല്ല. എന്നാൽ സമുദായമാണോ? അതുമല്ല. ഏതാണ് അവർക്കും അറിയാൻ മേല. നമ്മൾ ചോദിക്കല്ലേ എവിടാ? എല്ലായിടത്തും ഉണ്ട്. നല്ല കാര്യം. സകല കേസിനകത്ത് തലയിടുന്ന ആൾക്കാരുണ്ട്. സമ്മിശ്ര ജാതി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനം, ഇറച്ചി ആര് തരും? എന്ന് പറയാ, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ എങ്ങനെ മിസ്രയീമിൽ വെച്ച് ഈ കാശ് മുടക്കാതെ സൊളിവിൽ ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. കാശ് മുടക്കാതെ വെറുതെ സൊളിവിൽ മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചില കണ്ടിട്ടില്ല, ഒരു ജോലിക്കും പോകുകയില്ല. സ്തോത്രം. പണ്ട് പിശുക്കിന്റെ പാഠം എടുക്കാൻ സാറ് വന്നു. പിശുക്ക് പഠിപ്പിക്കുക. അപ്പൊ സാറ് വന്നു, ഓടിക്കതച്ചുകൊണ്ട് ചോദിച്ചു, സാറിനാണ് എന്നോട് വേണ്ട വണ്ടിയുടെ പുറകെ ഓടുകയായിരുന്നത്. വണ്ടിയെ കയറി ടിക്കറ്റ് എടുക്കണ്ടേ? പഠിപ്പിക്കുന്നത് പിശുക്കാം. അപ്പൊ മുന്നോട്ട് വേണ്ട വണ്ടിയുടെ പുറകെ ഓടി. അപ്പം വണ്ടിക്കൂലി അതാ പിശുക്ക്. പഠിപ്പിക്കാൻ വേണ്ട സാറ് അണച്ചു വരിക. അപ്പൊ പാടം വന്ന് പ്രഭാത ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കരുത്. അയ്യോ, അപ്പുറത്തെ വീട്ടിൽ പോകണം. സമയമാകുമ്പോ ഒരു വീട്ടിൽ എന്നാ ഉണ്ട് വിശേഷമൊന്നും ചോദിച്ചു അതൊക്കെ അങ്ങോട്ട്. 2, എല്ലാ ദിവസവും ഒരു വീട്ടിൽ പോകരുത്. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? അങ്ങനൊക്കെ ധാരാളം ചില ആൾക്കാരെ നിങ്ങൾ ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല. നാട്ടിലൊക്കെ പേർഷ്യയും അമേരിക്കയിലൊക്കെ വന്നിപ്പം താമസിക്കുന്നവരാ. നാട്ടിലുള്ളവരും പേർഷ്യക്കാര് മാത്രമല്ല, നാട്ടിലുള്ളവരും ഇഷ്ടംപോലെ ചുറ്റുപാടുള്ളവരാ. മിക്ക അച്ചായന്മാരും അമ്മമാരും വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയില്ല, പക്ഷെ ഒറ്റ കല്യാണം വിടുകയില്ല. വീട്ടിലെ വായിക്കുലിക്കായിട്ട് ചിലവര് മേടിച്ചുണ്ടാക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പേരൊന്നും പറഞ്ഞില്ല. എനിക്ക് ഒരാളെ അറിയാം, ഇഷ്ടംപോലെ കാശുള്ളതാണ്. തന്നെ നല്ല 2 പച്ചയേത്തയ്ക്ക പുഴുങ്ങും വൈകുന്നേരം ആകുമ്പോൾ. പച്ചയേത്തയ്ക്ക 2 പുഴുങ്ങും, വിളഞ്ഞതാണ്. അത് ഒഴുകി മേശപ്പുറത്ത് വെച്ച് വെമ്പളയെ മുളക് കൊടുത്തതുമായിട്ട് തൊട്ട് നക്കിയിരിക്കുക. വീട്ടിലൊന്നും ചെയ്യത്തില്ല, ഒറ്റ കല്യാണം വിടുകയില്ല.
കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ രണ്ടും ഒരുങ്ങി കാണാൻ കയറി ചിലതിനെ വരുന്നതിന് പിന്നെ രണ്ടും അവിടെ കാണാം. എന്ത് ചെയ്യും? നാട്ടിലെ രീതി എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ഇഷ്ടംപോലെ സൈസ് ജ്യൂസ്, പല വെറൈറ്റി ജ്യൂസ് ഉണ്ട്, നിന്ന് കുടിക്കുക. വീട്ടിൽ ചില കട്ടൻ ചായ തന്നെ കാഴ്ചക്കായി ഇടുന്നത്. അന്നെല്ലാം കൂടെ വെളുപ്പിന് അവിടെ ചെന്ന് നിന്ന് നാട്ടിലെ ചില കല്യാണങ്ങളൊക്കെ അങ്ങനെ ഈ വറുത്തതൊക്കെ ഉണ്ട്. എന്തുവാ സമൂസ, പിന്നെന്തുവാ ചിപ്സ് അല്ലല്ലോ, എന്തുവാ പഴംപൊരിയൊക്കെ കാണുമായിരിക്കും. എന്നെ അതിനെ കൊള്ളാൻ രണ്ട് നല്ല പെരുക അല്ലെങ്കിൽ ഓ പൊട്ടല്ലോ, കിഴങ്ങ് ഈ നിങ്ങളൊക്കെ വറുത്തിട്ടില്ലേ? ഇന്ന് രണ്ടുപേരും ഇങ്ങനെ കടല ഒഴിക്കും പോലെ നിന്നങ്ങ് വീട്ടിലൊന്നും ഉണ്ടാക്കുകയല്ല. രണ്ടും നമ്മളൊന്നും കല്യാണ ശുശ്രൂഷയോട് താല്പര്യം ഉണ്ടാക്കാൻ നേരത്തെ നിന്ന് കുടിക്കുക. പല കളറുള്ളതല്ലേ ജ്യൂസല്ല, രണ്ടുപേരിൽ നിന്ന് അങ്ങ് മാറ്റുക. അതല്ലാതെ ഞാൻ എനിക്ക് നോട്ട് ചെയ്തു. പോരാന്നല്ല, അവിടെ പറഞ്ഞ മുതിരി ഓടണ്ട, അതിൻ്റെ ബാഗിനകത്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുമല്ലോ മുതിരി, ഫ്രൂട്ട്സ് എല്ലാം വെക്കും. അവരുടെ പത്രാസൊക്കെ കാണിക്കുന്നതാണ്. ഞാൻ നോക്കുമ്പോൾ തള്ള ബാഗ്, മുടുത്ത ബാഗുമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ അടുത്ത് 2 ദിവസത്തേക്ക് വീട്ടിൽ ഒന്നും മേടിക്കണ്ടല്ലോ. അങ്ങനെ നാണം കെട്ടി ജീവിക്കുന്ന കുറേ കക്ഷികളുണ്ട്. കാശില്ലാഞ്ഞിട്ടല്ല, പിള്ളേരെല്ലാം വെളിയിലാണ്, ഇവരും വെളിയിലായിരുന്നു. വീട്ടിലൊന്നും ഉണ്ടാക്കുകയല്ല, മറ്റുള്ളവരെ കൊണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. വീട്ടിൽ നമ്മൾ ചോദിച്ചാൽ പറയുന്നത് ഷുഗറും പ്രഷറും ഒക്കെയാണ്. ഇതിന് നല്ല പേരുകാണ് വരുന്നത്. മട്ടൻ ബിരിയാണിയാണ് പറയുന്നത് റൈസ് വേണ്ട, മട്ടൻ മതി. നല്ല പെരുക്കേച്ചായി പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങൾ ആ ഗ്രൂപ്പിൽപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇരിപ്പ് കണ്ടോട്ട് ചോദിച്ചതേ ഉള്ളൂ. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം കാശ് മുടക്കുകയല്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. കാശ് മുടക്കുകയല്ല. ആള് മരിച്ചു പോയി, പുള്ളിയെ മീൻ മേടിക്കാൻ കൊച്ചമ്മ വിടും. നേരത്തെ വിടുന്ന മേടിക്കുകയല്ല. അവിടെ പോയി ഇങ്ങനെ പമ്മി നിൽക്കും. തന്റെയൊക്കെ കഴിയുമ്പം മീനൊരു ചെറിയ ജീവും ആള് വരാതാകുമ്പം ഇവര് വില കുറച്ച് കൊടുക്കും. എന്നാലും പുള്ളി അത് മേടിക്കും. വീട്ടിൽ വരുമ്പം 8:30-9 ആകും രാത്രി. 3 മണിക്ക് വിട്ടതാണ്. കാരണം നല്ല ചീഞ്ഞ മീൻ അങ്ങ് അവിച്ച് അങ്ങ് കഴിക്കുക. എന്തിനാണോ ഇങ്ങനെ ജീവിക്കുന്നത്? ഇല്ലാഞ്ഞിട്ടല്ല. പിള്ളേർ അമേരിക്കയിലുണ്ട്, എല്ലാ സ്ഥലവും പറഞ്ഞില്ല. കൊച്ചുങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എന്തിനാ ആലോചന ഉണ്ടാകുന്നത്? ഇഷ്ടം പോലെ ഷീറ്റ് കിട്ടാനുണ്ട്, ലക്ഷക്കണക്കുണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ, ചിലതിങ്ങനെ ഇല്ലാത്തവരുടെ കാര്യമാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭയങ്കര വീട് പണിയും ചില ബന്ധുക്കോസുകാർ. ഭയങ്കര വീടാണ്, 5-8 മുറി, അതിനടുത്ത ബാത്റൂമും ഒക്കെ വെച്ചതുകൊണ്ട് വേണ്ട ഭയങ്കര മതിലും എല്ലാം. ലൈറ്റ് ഇടുകയല്ല, 2 ഇരട്ടത്തിരിക്കുക ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി എണ്ണമുണ്ട്. വെറുതെ എന്തിനാണോ ഇരട്ടത്തിരിക്കുക. സ്ഥലമൊന്നും പറഞ്ഞില്ല. ഒരാളെ എനിക്കറിയാം, നല്ല വീട് ചുറ്റുപാടുക, പിള്ളേരൊക്കെ വെളിയില്ല. തൊഴിലെന്നാന്നറിയാമോ? 2 പേരും സന്ധ്യയാകുമ്പം സിറ്റൗട്ടിൽ വന്നിരിക്കും. വീടിന്റെ ഫ്രണ്ടിലാണ് റോഡ്. ഇവരുടെ ഗേറ്റിന്റെ അവിടെ പോസ്റ്റ് ഇട്ടേക്കുന്ന അവിടെ ലൈറ്റുണ്ട്. അവിടെ നമ്മളെ വന്നിങ്ങനെ മമ്മി ഇരിക്കുക. സന്ധ്യയാകുമ്പോൾ ഒറ്റ ലൈറ്റ് ഇടുകയല്ല, പോസ്റ്റിന്റെ വെട്ടത്തിൽ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാം ആളിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മമ്മിക്കറിയാം. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. സ്തോത്രം. വീടിനോട് ചേർന്നൊരു കടയുണ്ട്, അമലും ലൈറ്റ് ഇടും. അതുകൊണ്ട് ആ ഭാഗത്തും വെട്ടം. കണ്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. ഇവിടെ വില കൂടാതെ തിന്നിട്ടുള്ള
മത്സ്യം. വീട്ടിലൊരു ഭക്ഷണം നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുകയല്ല, ഒരു കല്യാണം വിടുകയില്ല, വിരുന്ന് വിടുകയില്ല, ഒത്തുകല്യാണം വിടുകയില്ല, ചടങ്ങുകൾ ഒത്തിരി ഉണ്ടല്ലോ, എന്നും പ്രോഗ്രാമാണ്. ചിലത് വിളിക്കുകയും വേണ്ട, അങ്ങ് പൊക്കോളൂ. കാരണം ലാഭമാണ്, നല്ല ലാഭമാണ്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനൊന്നും ജീവിച്ചിട്ട് വലിയ കാര്യമില്ല. എന്തിനാണ് ജീവിക്കുന്നത്? അത് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്ന ആത്മീയ വിഷയം ഒന്നും ഓർക്കുന്നില്ല. എന്നാന്ന് പാടിയ പാട്ട്, ആ പ്രാർത്ഥന, ആ വചന ശുശ്രൂഷ, ആ പോയറ്റ് അല്ലെങ്കിൽ ആ വിഷയം, അതൊന്നും ഓർക്കുന്നില്ല. ഇതെല്ലാം ഓർത്തിരിക്കുക. മത്സ്യവും വെള്ളരിക്കായും മത്തങ്ങായും ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി, അതൊന്നും മറക്കുന്നില്ല. അങ്ങനെയുള്ള ആത്മാശയത്തിന് പോയാലും ചെല്ല് അന്ന് അവിടെ ശുശ്രൂഷിച്ച വചനം ഓർക്കത്തില്ല. ചെല്ല് പറഞ്ഞിട്ടില്ല, ആ മീൻ നല്ല ഇത് കണ്ടു, ചില പുളി കൂടിയെന്നേ ഉള്ളു, എന്നാലും വലിയ അതെല്ലാം ഓർത്തിരിക്കും. ബീഫ് വെച്ചുകൊണ്ട് മൂക്കണമായിരുന്നു, കുറച്ചുകൂടെ മൂക്കുകയായിരുന്നേ. ഇതെല്ലാം ഓർത്തിരിക്കും. ആത്മിക വിഷയം ഒന്നും ഓർത്തിരിക്കുകയല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിസ്രയീമിലെ ഭക്ഷണം 6, കനാനിലെ ഭക്ഷണം നമ്മൾ വായിക്കല്ലോ 7. വായിച്ച് ആവർത്തന 8:7. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരെടുക്കുള്ള ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. പിന്നെ കോതമ്പും യവവും മുന്തിരിയും അത്തിവൃക്ഷവും, പിന്നെ 7 കൂട്ടം സാധനം. 7. മിസ്രയീമിൽ 6, കനാനിൽ 7. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ. 7 കൂട്ടം സാധനം. കനാനിലോ മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി. 6. കനാനിൽ 7, മിസ്രയീമിൽ 6. ആ കനാലിലെ 7 കൂട്ടം സാധനം തന്നെ ഒന്ന് കൊന്നിട്ട് മെച്ചമാണ്. നല്ല സ്ഥലമല്ലേ? പാലും ഈ ഞാനും അങ്ങനെ ധരിച്ചു വെച്ച പാലും തേനും ഒഴുകുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊക്കെ ധരിച്ച് ഇങ്ങനെ റോഡിൽ കൂടെല്ലാം പാലൊഴുകുക, തേനായതിലാണ് എല്ലാം തെഞ്ഞു വീഴുക, തേനെ ചവിട്ടി. അല്ല, ആദ്യമൊക്കെ അങ്ങനെ ധരിച്ചത്. റോഡ് മുഴുവൻ പാല് കാരണം റോഡിൽ കൂടെ പോകാനും വരെ തേൻ കാരണം തെഞ്ഞു വീഴുക എന്നും. റോഡ് മുഴുവൻ, വഴി മുഴുവൻ തേനും പാലുമാണെന്നല്ല, വെള്ളത്തിന് പഞ്ഞമില്ലാത്തത് കൊണ്ടും മഞ്ഞൊക്കെ പെയ്യുന്ന ദേശമായതുകൊണ്ടും ഈ പുല്ലിനും പൂവിനും പഞ്ഞമില്ല. പുല്ലും പുഷ്പവും ഉള്ളതുകൊണ്ടാണ് തേനും പാലുമെന്ന് കൊടുത്തിരിക്കുന്നത്. കാരണം പുല്ല് എവിടെ ഉള്ളത് കൊണ്ട് കന്നുകാലിക്ക് ഇഷ്ടം പോലെ ആഹാരമാണ്. പുഷ്പം യഥേഷ്ടമുള്ളത് കൊണ്ട് തേനിന് പഞ്ഞു. അപ്പൊ പുല്ലും പുഷ്പവും ഉള്ള ദേശമാണ് കനാനാണ്. ആ ദേശത്തിലെ ഫലമൂലാദികൾ, ആ ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ ഒന്ന് കൊന്നിട്ട് മെച്ചതാണ്. ഇന്നലെ ഓർപ്പിച്ചില്ല, നല്ല ഗോതമ്പ് കനാനില്ല. നമ്മുടെ ചപ്പാത്തിയും അതിനോട് അനുബന്ധിച്ചൊക്കെ തിന്ന സ്തോത്രം. പിന്നെ ഒരു പരിവർത്തനൊക്കെ ഒതുക്കി വിടുക. സ്തോത്രം. നല്ല സാധനമെല്ലാം അവരാ കഴിക്കുന്നത്, കോട്ട് ചെയ്ത് പോകുന്നു. ഗോതമ്പും യവവും മുന്തിരി, അത്തി, നമ്മുടെ മുന്തിരി എല്ലാം വിഷമാണ്. അതെ, ഈ റോഡിലൊക്കെ മുന്തിരി ലോറിയിലൊക്കെ കൊണ്ടിട്ട് വീഴുന്ന കാണാം. കാര്യം കൊടുക്കണമെന്ന് പറഞ്ഞവർ പറയും, സാറെ നോക്കാൻ പറയാം. സാറത് നിന്ന് തിന്നുക, മുഴുവൻ വിഷം അടിച്ചു. കാര്യം കൊടുക്കണമെന്ന് ഓർത്ത് സാറ് നിന്ന് കാട മുഴുവൻ താഴ്ന്നത് കഴിക്കുക, മുഴുവൻ വിഷമാണ്. ഇപ്പം അടിക്കുക, ഇപ്പം വിഷം അടിക്കുകയല്ല, ബക്കറ്റിനകത്ത് വിഷം കലക്കി വെച്ച് അത് കഴുകാതെ പോലും തന്നെ എത്ര എണ്ണമുണ്ട്.
സ്തോത്രം. ഞാൻ പിന്നെ വീട്ടിൽ പറയും ഇതെല്ലാം മേടിച്ച് ഉപ്പും മഞ്ഞളും കൂടെ വെള്ളത്തിനകത്ത് ഇട്ടങ്ങ് വെച്ചേക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുറേയൊക്കെ വിഷം പോകുമായിരിക്കും. പിന്നെ സ്തോത്രം പറഞ്ഞ് കഴിച്ചാൽ കുറേ വ്യത്യാസം വരും. ഇതാറോട് നിന്ന് സ്തോത്രം പോലും പറയാതെ വിഷം എടുത്ത് തിന്നേച്ച് പിന്നെ തെറിഞ്ഞാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് മുഴുവൻ എല്ലാം വിഷമാണ്. നമുക്ക് നല്ല സാധനമൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, കനാലിലെ ഭക്ഷണം ഒന്നുകൊന്നിട്ട് മെച്ചമാണ്. നല്ല ഗോതമ്പും യവവും മുന്തിരി അത്തി മാതവും ഒലിവും, ഇതാണ് കനാലിന്റെ പ്രത്യേകത. അത് നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ 6 എന്നുള്ളത് സാത്താന്റെ കണക്കാണ്. 6 മുഴുവൻ ഒഴിക്കാൻ തെളിവുള്ളത് തനി പിശാച. 6 ശപിക്കപ്പെട്ട സംഖ്യയാണ്. മിസ്രയീമിലെ 6 മക്കള്, മിസ്രയീമിലെ ഭക്ഷണം 6. ഇനി ബിംബത്തിന്റെ ഉയരം 6 അല്ലേ? ദാനിയേൽ 3:1 വായിച്ചത്. ദാനിയേൽ 3:1. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. ഉയരം 60 മുഴ. 6ന്റെ കണക്കാണ് ഉയരം. ബിംബത്തിന്റെ ഉയരം 60 മുഴ. അടുത്തത് വണ്ണം 6 മുഴ. കണ്ടോ? 6ന്റെ കണക്ക്. ഉയരം 60 മുഴ, വണ്ണം 6 മുഴ. അപ്പൊ 6ന്റെ അക്കവും വലുക്കവും എല്ലാം സാത്താന്യമാണ്. ഇനി ഒത്തിരി തെളിവുകളുണ്ട്, എല്ലാ ഭാഗത്തേക്കും പോകണ്ട. വെളിപ്പാട് പുസ്തകത്തിൽ സാത്താന്യ മുദ്രയെ പറ്റി പഠിപ്പിക്കപ്പെടും. 6 6 3 ജോലി 3 ഷാജിന്റെ മുദ്രയെന്ന് ചിന്തിക്കരുത്. 6 666 ഇതിന്റെ സാധാന്യ കണക്കാണ്. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും എല്ലാം സാധാന്യമാണ്. ഈ പഴയ പെന്തിക്കോസുകാരുടെ സഭാഗോളിന്റെ നീളം 60 അടി നീളമാണ്. അടിയുടെ 6 പഴയ തച്ചുശാസ്ത്ര പ്രകാരം പറയും ഉദ്ദേശിച്ച് 60 മുഴം 60 അടി. ആ ഗോളിൽ എന്നും അടിയായി. കാരണം കണക്ക് അവൻ്റെ കണക്കിലാണ് പണിത് വെച്ചേക്കുന്നത്. 6 16 അടി വീതി, 60 അടി നീളവും. കണക്ക് വ്യാജിന്റെ കണക്കിലാണ് വെച്ചേക്കുന്നത്. എന്നും ആ സഭയിൽ അടിയാണ്, എന്നും പ്രശ്നമാണ്. അവിടെ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും എല്ലാം സാത്താന്യമാണ്. ഇവിടെ 6 മുഴ ഉയരമുള്ള ഇവൻ തനി പിശാച ഗോലിയാണ്. ഇവന് രംഗപ്രവേശനം ചെയ്യും. 40 ദിവസമായിട്ട് ഇവൻ വെല്ലുവിളിക്ക് ആരും കയറി ഏൽക്കുന്നില്ല. അവന്റെ വെല്ലുവിളിയുടെ രീതിയുണ്ട്. 8-ാം വാക്യം വായിച്ച് 8:17. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? ഞാൻ ഫിലിസ്ത്യനും നിങ്ങൾ ശബരിന്റെ. അപ്പൊ ഇവനെ ഈ ശാശാനയിലും ഇവന് ബോധമുണ്ട് കേട്ടോ. വിശാലാന്തയിലും ബോധമുണ്ട്. അവൻ പറഞ്ഞ പദം കണ്ടു. നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിനാ പറയാ? ഞാൻ ഫിലിസ്ത്യനും. അവന് വകതിരിവുണ്ട്. ഇവൻ ആരാ, നിങ്ങൾ ആരാന്ന് അവൻ കറക്റ്റ് കാര്യം പറഞ്ഞു. ഞാൻ ഫിലിസ്തീന അങ്ങനെ ഇറങ്ങിയ, നിങ്ങൾ ശൗലിന്റെ ചേവകരാ, ഇസ്രായേൽക്കാരാ. ഈ വകതിരിവ് ബോധം എപ്പോഴും നമ്മളെ ഭരിക്കണം. നീ ആരാ, അല്ലെങ്കിൽ നമ്മൾ ആരാ, നാം വേർപെട്ട ദൈവമക്കളാ. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. വേണ്ടേ? നീ ആ മാടകടയുടെ മുന്നിൽ പോയി നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക ഇല്ലേ? മിണ്ടുന്നില്ല. മനസ്സിലാകാതെയാണോ? മൂക്കിൽ കൂടെ വായി കൂടെ വിട്ടു നിൽക്കുക. കാരണം പുസ്തകത്തിൽ വാക്കുകൊണ്ട് പുക പൊങ്ങിയെന്ന് അവന് വചനപ്രകാരമാണ്. സ്തോത്രം. എന്തുവാണ് രണ്ടുപേരോട് പറഞ്ഞത്?
അങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ മൂക്കിൽ നിന്ന് പിന്നെ അച്ഛൻ അറിയാം, അതുകൊണ്ടാണ് അതൊക്കെ പുള്ളിക്കാരല്ല. പുള്ളി മലനെ പറയാനല്ല. അച്ഛൻ ചോദിച്ചു, നീയും പോയിക്കുന്നില്ല എന്ന് അടുക്കളയിൽ. മാമ അടുക്കളയിൽ പോയിക്കുന്ന പുള്ളി. നമ്മൾ ആരാണെന്നുള്ള ചിന്ത സദാസമയവും നമ്മെ ഭരിക്കണം. ഒരാൾ പറഞ്ഞു എപ്പോഴും ഇല്ല, തണുപ്പടിക്കുമ്പോഴേ ഉള്ളെന്ന് പറഞ്ഞു. ചൂടുകാലത്തൊന്നും അതുപോലെ കോടമഞ്ഞിറങ്ങുമ്പോൾ പാടിക്കാരൻ്റെ തമ്പി പറഞ്ഞു, രണ്ടടിക്ക് വെച്ച് ആത്മാവിലാകുമ്പോൾ ഒരു ഉന്മേഷമാണ്. തമ്പി എന്നോട് പറഞ്ഞതാണ്, ഞാൻ ആരോടും പറഞ്ഞതല്ല, എന്നോട് പറഞ്ഞതാണ്. അടിച്ചു വെച്ചാണ് ആരാധനയ്ക്കൊരു പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. പിന്നെ ബന്ധുക്കാരും പ്രിയപ്പെട്ടവരൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം. ഓണത്തിനും ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഒക്കെ ഒരു സന്തോഷം. നീ ആരാണെന്നുള്ള ചിന്ത സദാസമയവും നിന്നെ ഭരിക്കണം. എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചോണം. ദൈവമക്കളാണ്. പിശാചാരന്റെ രോഗം പറഞ്ഞോ, ഞാൻ പെരിസ്തരും നിങ്ങൾ ശൗലിന്റെ ചേർവരാ. അപ്പൊ ഞാൻ ആരാ നിങ്ങൾ ആരാന്ന് അവൻ വിവേചിച്ചു. പിന്നെ നിങ്ങളെ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഒരുത്തനെ അവനെ തെരഞ്ഞെടുത്ത ഓഫീസിൽ ഇരുത്തുകയല്ല, താഴോട്ട് ഇറക്കി വിടണം. അവൻ എന്നോട് അംഗം പൊരുത്, എന്നെ കൊല്ലുവാൻ പ്രാപ്തനായ ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. പിന്നെ ഇതാണ് ഗോലിയാത്തിന്റെ വെല്ലുവിളി. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുത്ത ഒരുത്തനെ തെരഞ്ഞെടുക്കുക. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം സൂത്രത്തിലാണല്ലോ, അല്ല നേരായ മാർഗത്തിലൊന്നും ആരും. പണ്ടൊക്കെ സഭയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉപദേശി ഒരാഴ്ച ഒരു ക്ഷീണമോ പ്രയാസമോ വന്നാൽ ഒരു യോഗം നടത്താൻ പ്രാർത്ഥനായിരിക്കണം. അങ്ങനെയൊക്കെയാ പണ്ട്. സ്തോത്രം. ആത്മീയ ശുശ്രൂഷയ്ക്കൊക്കെ നല്ല ഒരു പ്രാർത്ഥന കൂടെ ആയിരിക്കണം. സ്തോത്രം. അങ്ങനെയൊക്കെയാ തെരഞ്ഞെടുപ്പ്. അത് വളരെ സൂക്ഷിച്ച, വളരെ ശ്രദ്ധിക്കും. മനസാന്തരപ്പെട്ട ആളായിരിക്കണം, രക്ഷിക്കപ്പെട്ട ആളായിരിക്കണം, സ്നാനപ്പെട്ട ആളായിരിക്കണം, അഭിഷേകം പ്രാപിച്ച ആളായിരിക്കണം, തിരുമേശി കിടക്കുന്ന ആളായിരിക്കണം, സാക്ഷ്യമുള്ളവനായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാ തെരഞ്ഞെടുക്കുന്ന. ഇമ്പാതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോർജ് കുട്ടിയെ തെരഞ്ഞെടുക്കാം. അഥവാ ഒരു കുത്തുന്നള്ളും ഉണ്ടായാലും കൊടുക്കാൻ ആക്കമുള്ളവനാണ്. അവിടെ ഓർമ്മ തന്നെ സ്തോത്രം. പ്രഷാറായിട്ട് നമുക്ക് ബാപ്പച്ചനെ ആക്കാം. കാരണം ബ്ലേഡാണ്. അഥവാ 10 രൂപ ഒന്ന് മറിക്കണമെങ്കിലും ബാപ്പച്ചനെടുത്ത് മനസ്സിലാകുന്നില്ല. സ്തോത്രം. അങ്ങനെ കേസിലായി കൂട്ടുകയും ദൈവത്തിന് മഹത്വം. പണ്ട് കാലത്ത് ഇങ്ങനൊന്നും അല്ല. ദൈവത്തിന് മഹത്വം തന്നെയല്ല. നിങ്ങൾ ശരിയായിട്ടൊന്ന് ചിലരെ ഈ സ്ഥാനം കൊടുത്താൽ അവർ വേണ്ടാന്ന് പറയും. അവർക്കറിയാം ചില സ്ഥാനം കിട്ടിയ ആത്മീയ പ്രാഗൽഭ്യം പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല ആത്മീയരാകുന്ന ആൾക്കാർ പറയും ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ വന്ന് ആരാധിച്ച് വെച്ചപ്പോൾ പോവുക ദൈവത്തിനോട്. അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറയും. എന്ന് വെച്ച് ആ സ്ഥാനത്ത് വരുന്നത് മഹാഭാവിയാണെന്നല്ല ഞാനീ പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചോണം എല്ലാ കാര്യത്തിലും. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം കള്ളനോട്ടിട്ട, കള്ളനോട്ട് കാശ് കൊടുത്ത് സൂത്രം, തന്ത്രം, ചതിവ്, വഞ്ചന. അതെ, സൂപ്രണ്ടാകാനും സെൻട്രൽ പാസ്റ്റർ ആകാനും പ്രസിഡന്റ് ആകാനും ഒക്കെ എന്ത് സൂത്രം ഒപ്പിക്കുന്നെന്ന് അറിയാമോ? അയ്യോ അയ്യോ അയ്യോ, ഇതെല്ലാം സൂത്രബുദ്ധി. രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് ഫോൺ ചെയ്യുക. പെൺകുട്ടി എന്നെ ഓർത്തോണം കേട്ടോ. എന്നെ ഓർത്ത് ആ രീതിയിലൊക്കെ ഇടപെട്ടാൽ ഞാൻ സൂപ്രണ്ടായാൽ നിന്നെ സ്തോത്രം.
മറ്റവനെ ഒരു കാരണവശാലും നമ്മളിത് മേളിൽ കയറ്റരുത്. അങ്ങ് ചതിക്കുകയല്ലേ, ചതിക്കുകയും ആക്ഷേപം പറയുകയും ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ അന്യോന്യം ചെളി വാരി എറിയുകയും. എന്തിനാ? ഒരു സ്ഥാനം കിട്ടാൻ, ഒരു കസേര കിട്ടാൻ. ഈ കസേര നിലനിൽപ്പുള്ള കസേരയാണോ? അല്ല. മിടുക്കന്മാരെ എല്ലാം നമ്മൾ കണ്ടേച്ചിരിക്കുക. നിൽക്കുന്ന നിൽപ്പിൽ അവരുടെ വീട് ഞാങ്ങുന്നത്. അത് കഴിഞ്ഞാൽ ആരും നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. നിന്റെ വെപ്പളെ പോലും വലിയ വലിയ പ്രഗത്ഭന്മാരൊക്കെ ചത്തുപോയി ഭാര്യമാരെ ഒരു കുഞ്ഞുങ്ങളിപ്പം മൈൻഡ് ചെയ്യുന്നില്ല. ഈ വിഷകാലത്ത് അമ്മാമ്മ വലിയ ഭാര്യമൊക്കെ തൂക്കി കണ്ണടയൊക്കെ വെച്ച് മുടിയെല്ലാം ഇങ്ങനെ കിട്ടാൻ പോയി കച്ചു കൊണ്ടുപോകും പോലെ കെട്ടി അയാൾ കത്ത് കഴിഞ്ഞപ്പോൾ കളയാൻ ആരും 100 കേസുണ്ട്. ഇവിടുത്തെല്ലാം സൂത്രവും താൽക്കാലികവും ചതിച്ചും വഞ്ചിച്ചും. ഞാൻ ചോദിക്കട്ടെ, നേരായ മാർഗത്തിൽ ഒരു സ്ഥാനത്ത് വരുന്ന എത്ര പേരുണ്ട്? ഒരാളുടെ പേരെന്ന് പറയാൻ ഞാൻ ഒരു സമ്മാനം തരാം. ഒറ്റ ഒരാളുടെ പേര്, നേരായ മാർഗത്തിൽ ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഒറ്റ ഒരാളെ, ആരും തേജോധനം ചെയ്യാൻ പറഞ്ഞതല്ല, ഒരെണ്ണം നേരായ മാർഗത്തിൽ വരുന്നതല്ല. അല്ലെന്ന് ഒന്നെങ്കിൽ ആരെയും ഒരാളെ ഒതുക്കി, അല്ലെ ചതിച്ചു, അല്ലെ നിന്ദിച്ചു, ഇല്ലെങ്കിൽ ദോഷം ചെയ്തു, അല്ലെ പ്രവർത്തിച്ചു. നേരായ മാർഗത്തിൽ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടെയുള്ളവരെ ചതിച്ചും വക്രിച്ചും തന്ത്രം മെനഞ്ഞും സൂത്രമൊപ്പിച്ചും ഇതൊന്നും നിലനിൽക്കത്തില്ല. സ്തോത്രം. അല്ല, പരമാർത്ഥമായിട്ട് ആണെന്ന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവർ തന്നെയല്ലേ. കട്ടം മുറിക്കുന്നതും കല്ലിടുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും എല്ലാം പിന്നെ സ്തോത്രം. ആ നമുക്ക് ആ വിഷയം വിട്ടേക്കാം. വെറുതെ എന്തിനാ വയ്യാതെ ഞാനിപ്പോൾ ആരോഗ്യം ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് അവനെ എൻ്റെ അടുക്കൽ വിടണം. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ച നിങ്ങളല്ല ഞങ്ങൾ കടിമ. അതല്ല, അവൻ എന്നെ തോൽപ്പിച്ച ഞങ്ങൾ ഫെലിസ്തീനില്ല, നിങ്ങൾ കടിമ. ഇതാണ് വെല്ലുവിളി. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നതിന് വെല്ലുവിളി ശക്തമായി. ആരും രംഗത്തോട്ട് വരുന്നില്ല. മാത്രമല്ല, ഇവൻ വെല്ലുവിളിച്ചിട്ട് ചരിത്രം ഇവന്റെ ദൈവങ്ങളെ പേര് നാമം ചൊല്ലും. വെല്ലുവിളിച്ചിട്ട് നാമം ചൊല്ലുവന്ന് നിങ്ങൾ 43-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ തന്റെ ദേവന്മാരുടെ നാമം ഒരു ഭാഗമുണ്ട്. ആ മതി നാമം ചൊല്ലിയത്. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ഗോലിയാത്ത്. അപ്പൊ ഇവൻ നാമം ചൊല്ലുന്നവനാ. നാമം ചൊല്ലും. പണ്ടൊക്കെ എന്റെ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നാമം ചൊല്ലുമായിരുന്നു. സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചാൽ അവനെ നാമം ചൊല്ലും. പഴയ ക്രൈസ്തവ കുടുംബത്തിലൊക്കെ സന്ധ്യയാകുമ്പോൾ പാട്ട് പാടും, ഇല്ലേ? ഇപ്പൊ അതൊന്നുമില്ല. വളരെ വിരലിലെണ്ണാവുന്ന വീടുകളിലേക്കുള്ളൂ. പണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലെല്ലാം അങ്ങനെ സന്ധ്യയാകുമ്പോൾ ഇല്ലേ, സന്ധ്യയായി വിളക്കോ വെച്ചു അറിയാമോ പാട്ട്? ഉഷസമായ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കുക. അങ്ങനല്ല, ആ പാട്ടൊന്ന് പാടിക്കാണ്. സന്ധ്യയായി വിളക്കോ വെച്ചു യേശുവേ അപ്പൊ സന്ധ്യയാകുമ്പോ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുവായിരുന്നു ക്രൈസ്തവ ഭവനത്തിൽ. പണ്ടത്തെ അപ്പന്മാരും അങ്ങനെ പാട്ട് പാടി പ്രാർത്ഥനയില്ല, കല്ലും കഞ്ഞി തരികയല്ല. അന്ന് ആകെ ഇച്ചിരി കഞ്ഞി കിട്ടുന്ന അത് അവിടെ സന്ധ്യയാകുമ്പോഴേ പാട്ടും പ്രാർത്ഥനയാണ്. ഹൈന്ദവരായ സ്നേഹിതന്മാര് സന്ധ്യയാകുമ്പോൾ നിലവിളക്ക് തെളിച്ചേച്ച് സന്ധ്യനാമം ചൊല്ലും.
ഞാനങ്ങനെ ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും. സന്ധ്യയാകുമ്പോഴേ അത് സന്ധ്യയ്ക്ക് ചൊല്ലേണ്ടതാണ്, അല്ലാതെ 9:30 കഴിയുമ്പോഴല്ല സന്ധ്യദാനം. സന്ധ്യയാകുമ്പോഴേ ചൊല്ലിട്ടുണ്ട്. സന്ധ്യനാമ കീർത്തനം നേരത്തെ ചൊല്ലിട്ടുള്ളതാണ്. അപ്പൊ സന്ധ്യയ്ക്ക് ഇത് ചൊല്ലും. സന്ധ്യനാമ കീർത്തനം സന്ധ്യയ്ക്ക് ചൊല്ലണം. ക്രൈസ്തവ ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക് ഇതുപോലത്തെ പാട്ട് പാടും. ആ ആരോട് പറയാൻ? ഇപ്പൊ സന്ധ്യയ്ക്കുമ്പോ പ്രാർത്ഥനയില്ല. രാവിലെ മിക്ക വീട്ടിലും ഇല്ല, എല്ലാം ഇങ്ങനെ തുള്ളി കളിച്ച് പോകുന്നതല്ലാതെ. പിന്നെ ആകെ കൂടെ വരുമ്പോൾ സഭ വന്ന് പ്രൈസാൻ ഭക്ഷിക്കും. ഈ പ്രൈസാൻ ഭക്ഷിക്കുമ്പോൾ നടക്കുന്ന ഒറ്റ ഒരുത്തം രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നവന്മാരല്ല. ആ ഞായറാഴ്ച ഇങ്ങനെ വന്നിങ്ങനെ കുച്ചിപ്പൊടി കാണിക്കുന്നതല്ലാതെ പോരാ. എന്നിട്ട് ഇവിടെ ഒന്ന് പറയാം പോരാ പോരാ. തള്ള എല്ലാം തുള്ളി ഊപ്പാട് വന്ന് കിടന്ന് നാളെ തള്ള അണച്ചു വയ്യ. അതിന് ആ തള്ളക്ക് വയ്യ. ഇവന്മാർ നിർത്തുന്നുമില്ല. തള്ള കിടന്ന് ഇങ്ങനെ കുഴഞ്ഞ് അവസാനം കൈയെല്ലാം പോകുന്നത് അപ്പം അവിടെ ഇരിക്കാൻ പറയും. ഈ പ്രൈസാൻ വർഷിപ്പിലും കൺവെൻഷൻ വേദികളിൽ ഇപ്പൊ കസർത്ത് പാടുന്ന പല ആൾക്കാരും, എല്ലാവരുടെയും കാര്യമല്ല, അതിൽ മിക്കതും സന്ധ്യയ്ക്കും വെളുപ്പിനും പാട്ട് പാടി പ്രാർത്ഥിക്കുന്നവരല്ല. പിന്നെ ആകെ കൂടെ ഈ സ്റ്റേജിൽ വരുമ്പോഴുള്ള കസർത്തേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യമല്ല, സിംഹമാകും പലരെ അറിയ. അതുകൊണ്ടാണ് സ്തോത്രം. എന്തായാലും കൊള്ളാം. ഇവൻ നാമം ചൊല്ലും ബോഡിയാണ് നാമം ചൊല്ലുക. എപ്പോഴൊക്കെയാണ് നാമം ചൊല്ലുന്നത്? വായിച്ചേ 16-ാം വാക്യം 16. എപ്പോഴൊക്കെയാണ് നാമം ചൊല്ലുന്നത്? 16-ാം വാക്യം വന്ന് വായിക്കും. 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകിട്ട് മതി. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവ നാമം ചൊല്ലും. എപ്പോഴൊക്കെയാണെന്നറിയാമോ? രാവിലെയും വൈകിട്ടും 40 ദിവസം. അത് മുടങ്ങാതെ ഓർഡർ കിട്ടണം. അവൻ നാമം ചൊല്ലുന്നതാണ്. അവന്റെ ദൈവങ്ങളുടെ നാമം ചൊല്ലും. 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്. ഗത്തിലെ ദേവന്, എക്രോന്റെ ദേവന്, അസ്കലോന്റെ ദേവൻ, കെസയിലെ ദേവൻ, 5 ദൈവങ്ങളാണ്. ഈ 5 ദേവന്മാരുടെ നാമം ചൊല്ലും. ദേവന്മാരുടെ പേര് പറഞ്ഞു. ആ നാമം ചൊല്ലുന്നത് രാവിലെ ചൊല്ലും, വൈകിട്ട് ചൊല്ലും. ഈ ചില പെന്തിക്കോസുകാരുടെ വീടുകളില് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. എല്ലായിടത്തും അല്ലെങ്കിൽ ചിലയിടത്തുണ്ട്. അത് സന്ധ്യയ്ക്കൊന്നും പാടുകയല്ല. ജോലിയെല്ലാം ഒതുക്കി വ്യാപാരം എല്ലാം വെച്ച് TV കണ്ട് മൊബൈലില് പറയേണ്ടത് കൊടുക്കേണ്ടതുമല്ല കണ്ടും കേട്ട് പറഞ്ഞ് അവസാനം എല്ലാം അങ്ങേയറ്റം പറ്റി കഴിയുമ്പോഴാണ് പറഞ്ഞത്, ഇത് നമ്മൾ പ്രാർത്ഥിച്ചില്ല. എന്നാ വാ ഉണ്ടാക്കാൻ തുടങ്ങി. പുള്ളി വന്നിരിപ്പൊക്കെ കാണാം. ആ സെറ്റിയുടെ താഴെ ഒരു കൈ സെറ്റിയെടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ആ കിടപ്പൊക്കെ ഒന്ന് കാണേണ്ടതാണ്. തള്ള ഭിത്തിയിലോട്ട് ആയി കാല് രണ്ടും ഇല്ല ദേഹോട്ടിട്ടതുപോലെ. പിന്നെ ഒരു പാട്ടുമൊക്കെ പാടുന്ന കേട്ടാൽ രണ്ടിനെ നമ്മൾ അഡ്മിറ്റ് ആക്കാൻ തോന്നും. വൈകിയ രണ്ടിനെ വൈകിയ കൊച്ചിനോട് വല്ലതുകൊണ്ട് പറയുന്ന ഒരു ചെറിയ സങ്കീർത്തനമായില്ല. 117 എടുത്ത് വെച്ചോണ്ടിരിക്കുക. അവർ പെട്ടെന്ന് വായിച്ച അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചുരുക്കി പ്രാർത്ഥന അമ്മാമ്മ ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് തീരും. അച്ഛൻ പറയാം ആമേൻ. അത് നിർത്തിയെന്ന സിഗ്നൽ നന്നായിട്ട് കൊടുക്കില്ല. ആമേൻ പറഞ്ഞു എടുത്തോളാം. എന്നതാ എടുത്തോളാം. അച്ഛനെ എടുക്കാനല്ല, പിന്നെ ഭക്ഷണം എടുത്തോളാം. ചില വീടുകളിൽ ഒരു പാട്ടെങ്കിലും പാടുന്നുണ്ട്, ചിലത് അതുമില്ല.
രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന വീട് വളരെ വിരളമാണ്. പിന്നെ പ്രായമുള്ള തള്ള വല്ല ഉണ്ട്, തള്ള പണ്ട് മൂടുന്നത് പോലെ കട്ടിലിരുന്ന് ഈ പഴയ അമ്മമാരൊക്കെ ഉള്ളിടത്ത പാട്ടൊക്കെ എന്നാ സുഖമാണ് കേൾക്കാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു പാട്ട് പഠിച്ചത് അമ്പറയിലെ പ്രിയ കുഞ്ഞമ്മച്ചി ഉള്ളതാണ്. ഒരു ദിവസം അവിടെ ശുശ്രൂഷ കഴിഞ്ഞു, ഇപ്പോഴല്ല 10-28 കൊല്ലം മുമ്പാണ്. അത് തറവാട്ടില്ല. അന്ന് എനിക്കൊന്ന് അവിടെ ജോയ് പാസ്റ്റർ ആയിരിക്കുന്നത്. ജോയ് പാസ്റ്റർ അന്ന് അവിടെ ഉണ്ട്. ഞങ്ങൾ രാത്രി യോഗം കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുക. അപ്പം ഞാൻ ഇപ്പുറത്തെ മുറിയിലുണ്ട്. അപ്പം അകത്തെ മുറിയിൽ കുഞ്ഞമ്മച്ചി കിടക്കുക. വെളുപ്പിന് 4:30 ആയപ്പോൾ നല്ല പാട്ട്. എൻ്റെ ആയുസ്സിൽ ആദ്യം ആ പാട്ട് അന്ന് ആദ്യം. പിന്നെ ഞാൻ പഠിച്ചു. ആദ്യം കേൾക്കുന്നത് കുഞ്ഞമ്മച്ചി പാടില്ല. ഇപ്പോഴും ഇന്നത്തെ പോലെ ഓർക്കും. നല്ല വെളുപ്പിനെയുള്ള പാട്ടല്ലേ, നല്ല സ്വരവും നല്ല ട്യൂണാണ്. അപ്പൊ പാട്ടിതാ മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ പാട്ട് കേട്ടാ ഞാൻ കണ്ണു തെളിച്ചു. നല്ല ട്യൂണും നല്ല സ്വരവും. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് കേട്ടു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് പാട്ട് പാടി അന്ന് പഠിച്ചത് ആ പാട്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്ന വാഴൂരെ യോജിച്ചൻ്റെ വീട്ടിലെ ഒരു ദിവസം രാത്രി വിശ്രമിച്ചു. യോജിച്ചൻ്റെ വല്യമ്മച്ചിയുണ്ട്, വാഴൂരെ അമ്മ. വെളുപ്പിനെ ഞാൻ കേട്ടോണ്ട് അമ്മച്ചിയുടെ പാട്ട് നല്ല ട്യൂണും നല്ല സ്വരവും. അന്നേ അമ്മയ്ക്ക് നല്ല അമ്മ ആശുപത്രിയിൽ ഒരു ജോലിക്കാരിയും കൂടെ ആയിരുന്നു. അപ്പം വെളുപ്പിനെ അമ്മ പാട്ട് പാടുക. ഇപ്പോഴും അത് ആദ്യം നിൽക്കുക. വെളുപ്പിനെ അന്ന് ആ പാട്ട് പഠിച്ചത്. അങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ പഠിക്കുന്ന ഇങ്ങനെയൊക്കെ കേട്ട് കണ്ടുപോകുകയാണ്. അപ്പം അമ്മ വെളുപ്പിനെ എഴുന്നേറ്റ് പാടുക. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസ്സങ്ങൾ, ഭൂമിൽ വഴിയൊരുക്കും നിസ്സങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണുക. ഇങ്ങനൊന്നും അല്ലമ്മ പാടുന്ന നല്ല ട്യൂണാണ്. അങ്ങനെ ആ പാട്ട് പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് വെളുപ്പിനെയൊക്കെ എല്ലാ വീടുകളിലും പാട്ട് പാടി പ്രാർത്ഥിക്കും. തട്ടേലെ ഒരു വീടുണ്ട്, കരൂര് ജോൺചാന്റെ വീട്. ജോൺസൺ മൂത്ത മകന്റെ ഫ്രണ്ടാണ്. ഇളയങ്ങളുണ്ട്, രണ്ടാം ആമ്പിള്ളാർ ഒരു പെങ്ങളുണ്ട്. ജെസിയെ കെട്ടിച്ചത് പത്തനംതിട്ടല്ല, TP എന്നല്ല, അനിയച്ചാന്റെ മോൻ. അപ്പൊ ആ വീട്ടില് ധാരാളം ദിവസങ്ങളിൽ വിശ്രമിച്ചിട്ടുണ്ട്. 4:30 സാറാമാമയും അച്ചായനും പാട്ട് പാടും. മക്കളും എല്ലാം എഴുന്നേറ്റ് വരും. അത് മുടങ്ങിയിട്ടില്ല. അവര് ഒത്തിരി പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല നല്ല കുടുംബവും അന്തരീക്ഷങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ അതുങ്ങളെല്ലാം പാടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ആറാമത് തന്നെ ഇരുന്ന് പാടുകയാണോ അതോ ഒരുമാതിരിപ്പെട്ട വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ രാവിലെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന വീട് വളരെ വിരളമാണ്. ഇല്ലെന്നൊന്നും തീർത്ത് പറയുന്നില്ല. ചില വീടുകളുണ്ട്. അങ്ങനെയുള്ള വീട്ടിലൊക്കെ അതിന്റെ അനുഗ്രഹവുമുണ്ട്. ആണ് നമ്മുടെ വിഷയത്തിൽ വരാൻ. ഇവിടെ ഗോലിയാന്തനെ കണ്ടേ, ഇവർ രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും. അത് മുടങ്ങാതെ ചൊല്ലും. 40 ദിവസവും ചൊല്ലി. മാത്രമല്ല എല്ലാരും കേക്ക ചൊല്ലി. 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ നിന്നെ ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നത് എന്തിന്? നിങ്ങൾ സൗലിന്റെ സേവകരുമല്ലേ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തുകൊള്ളി. അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതെ എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞാൻ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കാം. ഫെലിസ്ത്യൻ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ 11-ാമത്തെ വാക്യം വായിച്ചേ. 11. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ സൗലും എല്ലാ
ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിനും കേട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയേ. എല്ലാരും കേട്ടു. ആരും കേൾക്കാതല്ല, നാമം ചൊല്ലുന്നത്. രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും, 40 ദിവസം ചൊല്ലും, മുടങ്ങാതെ ചൊല്ലും, എല്ലാരും കേൾക്ക ചൊല്ലും. നമ്മളൊരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും കേൾക്കുന്നില്ല, തിരിയുന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? നമ്മളൊന്നും സഭയ്ക്കകത്ത് മൂട്ടം കയറിയത്. സ്തോത്രം പറയാൻ നീ രക്ഷപ്പെടുന്നതായിട്ട് ഒന്നും ഒരു ചാൻസും ഇല്ല. അതേസമയം കമ്മിറ്റി ഒന്ന് കൂടുക, എന്തോ അലർച്ചയാ. അനാവശ്യം പറയാനാണ് പുള്ളിയെ പോലെ മിടുകൻ. അയ്യോ, മുണ്ടുമെല്ലാം മടങ്ങി കൈവെല്ലാം തീർത്ത് ബൈബിള് വെമ്പളാണ്, നീ ബൈബിളുമായിട്ട് പോകും. ഞാൻ 2 കാര്യം പറഞ്ഞേച്ച് വരുന്നുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോ സ്തോത്രം പറയാൻ പുള്ളിയെ കൊള്ളുകയല്ല. അനാവശ്യം പറയാനും തെറി പറയാനും ഒക്കെ നല്ല മിടുക്കാ ചിലർക്ക്. അല്ല, ചില കള്ളമാരും അങ്ങനെ യോഗത്തിന് വന്നിരുന്ന അങ്ങ് പമ്മി ഇരിക്കുക, പ്രാർത്ഥിക്കാൻ പറയാം. മുഴുവൻ കർത്താവാ, മരുമകളുമായിട്ട് കുസ്തി കൂടുമ്പം എന്തെല്ലാം ഡയലോഗാ ഇല്ലേ? ആ കച്ചമുടിയെല്ലാം എടുത്ത് കുത്തി ഒരു ചുവട് മുന്നോട്ട് വെച്ച് അത് നിൽക്കുന്ന നിപ്പൊക്കെ കാണണം. എന്നാലും നല്ല വാചകവും എന്തോ അസർത്ത. യോഗം മുന്നോട്ട് വരുമ്പോൾ പിടിക്കണം, കൊണ്ടിരുത്തണം, പൊക്കണം, താങ്ങണം. മരുമകളുമായിട്ട് കുസ്തി ഉണ്ടാക്കുന്നത് നല്ല ഗാർഹികത്വം പോലെ അതാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ദൈവം തമ്മിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഗോലിയാത്ത അവന്റെ പ്രകൃതി, യവനെ നാമം ചൊല്ലുക, 5 ദൈവങ്ങളുടെ പേര് പറഞ്ഞ നാമം ചൊല്ലുക. അത് 40 ദിവസം ചൊല്ലി, മുടങ്ങാതെ ചൊല്ലി, രാവിലെ ചൊല്ലി, വൈകിട്ട് ചൊല്ലി, എല്ലാരും കേൾക്ക ചൊല്ലി. അങ്ങനെയെങ്കിൽ പിശാച് അവന്റെ ദൈവങ്ങളുടെ പേരും നാമമായി രീതിയിൽ ചൊല്ലിയത്. അങ്ങനെയെങ്കിൽ സർവജ്ഞനായ ദൈവത്തെ, അഖിലാണ്ടങ്ങളുടെ ഉടയവനായ ദൈവത്തെ, സത്യ ദൈവത്തെ, നിത്യ ദൈവത്തെ, ഏക ദൈവത്തെ, സാക്ഷാൽ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നാം എത്ര അധികമായിരിക്കണം. നിന്റെ കുടുംബാരാധന മുടക്കരുത്, കുടുംബ പ്രാർത്ഥന മുടക്കരുത്. എല്ലാവരും കേൾക്ക ചൊല്ലണം, മുടങ്ങാതെ ചൊല്ലണം, ശബ്ദമുയർത്തി ചൊല്ലണം. ദാവീദ് പാടി, ഞാൻ എന്റെ ശബ്ദമുയർത്തി എന്റെ ദൈവത്തോട്. ഇതൊക്കെ നല്ല മാതൃകയായ കാര്യങ്ങളാണ്. സ്തോത്രം. അത് വിവരിക്കുന്നില്ല. ഇങ്ങനെ ഗോലിയാത്ത് വെല്ലുവിളിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇവരോട് കയറി ഉടക്കിയില്ല. എല്ലാവരും ഓടിപ്പോയില്ല. 24-ാം വാക്യം വായിച്ചേ. 24. അവനെ കണ്ടപ്പോൾ ഇവന്റെ നിപ്പും നിലപാടും ചൊല്ലുത്തും ഇവന്റെ ആ ഉച്ചാരണവും ശൈലി ഒക്കെ കണ്ടു. അതാ അവനെ കണ്ടപ്പോൾ ഇസ്രായേലിനൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. സകല കണ്ണോ പുറകോട്ട് ഓടി. മുൻപിൽ നിന്ന് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് പുറകോട്ടാ ഓടിയത്. ഒരെണ്ണ ഇവന്റെ നേരത്തിൽ ഇല്ലുന്നില്ല, എല്ലാം പുറകോട്ട് ഓടുക. പുറകോട്ട് ഓടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല, ഇവര് പേടിത്തോണ്ടന്മാരല്ല. ആ 14:52 വായിച്ചേ. 15 നേരെ വേണ്ടി ചെറിയൊരു കണ്ണിക്കാം. വായിച്ചേ. ആ 14:52. കന്നഡയാ? കന്നഡ വായിക്കാം. ಶೌಲನ ಜೀವಮಾನದಲ್ಲೆಲ್ಲ ಫಿಲಿಸ್ಟರಿಗೆ ಇಸ್ರಾಯೇಲರಿಗೆ ಘೋರ ಯುದ್ಧ ಬಿದ್ದರಿಂದ ಅವನು ಅಲ್ಲಿ ಎಲ್ಲಿಯಾದರೂ ಒಬ್ಬ ಬಲಿಷ್ಠನು ಪರಾಕ್ರಮಶಾಲಿಯೂ ಆದ ಮನುಷ್ಯನನ್ನು ಕಂಡರೆ ಕೂಡಲೇ ಅವನನ್ನು ನನ್ನ ಹತ್ತಿರ ಇಟ್ಟುಕೊಳ್ಳುತ್ತಿದ್ದನು.
മലയാളത്തിൽ എഴുതിയേക്കുന്നത് ശൗലിന്റെ കാലത്തേക്ക് പെലിസ്തരോട് കണ്ണയുദ്ധം കൊണ്ടെന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തട്ടിയെടുക്ക ചേർത്ത് കൊണ്ടുവന്ന അങ്ങനെ തന്നെയാണോ കണ്ടത്? അപ്പൊ ശൗലിന്റെ കൂടെ ഉള്ളവര് വീരന്മാര് ശൂരന്മാരും അങ്ങനല്ലേ? ശൗലിന്റെ കാലത്തൊക്കെ പെലിസ്തരോട് കഠിന യുദ്ധമുണ്ട്. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തട്ടിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ചരിത്രം പറഞ്ഞത് ശൗല് രഥത്തിൽ ഉലാകുമ്പം അല്ലെ രാജവിധികളിൽ കൊണ്ട് നടക്കുമ്പം ആരോഗ്യമുള്ള ദൃഢഗാത്രന്മാരാകുന്ന നല്ല കരുത്തന്മാർ എന്നാൽ അവരെ നോട്ട് ചെയ്യും. എന്നുവെച്ചാൽ കൊട്ടാരത്തിൽ ചെന്ന് ജാതന വിടും, ഇന്നടത്ത് നിൽക്കുന്നവരെ ഇനി വിളിക്കാൻ. അങ്ങനെ അവൻ വന്ന ഉടനെ ഇവന് പട്ടാളത്തിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അതാ വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ഒറ്റ വീരനെയും ശൂരനെയും വിടുകയില്ല. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, കഴിവുള്ള മിടുക്കുള്ള പ്രാപ്തിയുള്ള കൃപയുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾ വിടരുത്. അതിന് സമയമൊന്നും നോക്കരുത്. അസംബ്ലീസ് കോഡാണോ, ചർച്ച കോഡാണോ, ന്യൂണ്ടിയാണോ, IPC ആണോ, അല്ലെ ഷാർട്ടിലൊന്നും നോക്കരുത്. അവൻ കർത്താവിന് പ്രയോജനം വരുമെന്ന് കണ്ടാൽ അവന് കൈതാങ്ങൽ കൊടുക്കും. അല്ലാതെ അവൻ IPC ആ, ചർച്ച കോഡാ, അസംബ്ലീസ് കോഡാ, ഷാരോനാ, സ്വതന്ത്ര പ്രതികോത്ത അങ്ങനെ പറയരുത്. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ നിങ്ങളാ ലാഭം വരുന്ന കൈതാങ്ങൽ കൊടുക്കും. ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്ത് കൊടുക്കും. അപ്പം ശൗലിന്റെ കൂടെയുള്ളവരെല്ലാം വീരന്മാരും ശൂരന്മാരും, വീരശൂര പരാക്രമികളാണ്. അപ്പൊ പിന്നെ ഈ വീരശൂര പരാക്രമികൾ എന്തിനാ പുറകോട്ട് വേണ്ടി ഓടിയത്? എല്ലാം വീരന്മാരും ശൂരന്മാരും അല്ലേ? പക്ഷെ തകനെയാണോ പുറകോട്ട് ഓടി? പുറകോട്ട് ഓടിയെന്നല്ല ഞാൻ വേണ്ടിയേക്കുന്നത്, പുറകോട്ടൊന്നില്ലെങ്കിലും ഓടിയെന്നാ വായിച്ചേ. സകല എണ്ണോ മുമ്പിൽ നിന്ന് ഓടി, അപ്പൊ പുറകോട്ട് ഓടിയതാ. വീരന്മാരും ശൂരന്മാരും അവനെല്ലാം പുറകോട്ട് ഓടുന്നത്. എല്ലാം വീരന്മാരും ശൂരന്മാരുമാണ്, പിന്നെ തന്നെ പുറകോട്ട് ഓടുന്നത്. പുറകോട്ടാകുമ്പോ അത് ആള് കാണുകയല്ലോ, ഓടിയൊന്ന് പോകാം. സകല എണ്ണം പുറകോട്ട് ഓടി. അതിന് കാരണം പെട്ടെന്നൊരു ഭരണമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച ഭയമല്ല. ഈ വീരന്മാരും ശൂരന്മാരും പുറകോട്ട് ഓടാൻ കാര്യം ഒറ്റ കയ്യിൽ ആയുധമില്ല. ഈ തയ്യൽ ബോട്ടും ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ നെറ്റത്തോടൊക്കെ ഇങ്ങനെ കേട്ടറിയാൻ പിള്ളേർ നടക്കുന്നത് പോലെ അങ്ങനല്ലേ? അല്ല, മിക്കവരും അതിനല്ലേ പറഞ്ഞു. കല്യാണത്തിന് എന്താ പറയുക, ഇച്ചിരി അച്ചാരം കൊണ്ടുവരാം. നോക്കിയപ്പോ സെൻട്രപ്പാണ് കേട്ടറിഞ്ഞാൽ പിള്ളേരാണെന്ന് ഓർത്ത് ഒരാൾ പറഞ്ഞത് ഇച്ചിരി അച്ചാറ് തരാം. പാസ്സാണ്, മനസ്സിലായില്ല? മനസ്സിലായോ? അണാ എന്നെ പുള്ളി അവിടെ നിന്ന് ഊരിയത്. ഇനി അടുത്തവനെ അച്ചാർ ഊരില്ലെന്നോ? അതെ, ഈ വീരന്മാരും ശൂരന്മാരുമാണ്. ഒറ്റ ഒരുത്തന്നെ ആയുധമില്ല. ഇസ്രായേലിൽ പണ്ട് ഫെലിസ്തീന്റെ തന്ത്രം ഉണ്ടാക്കി. ഇസ്രായേലിലെ യുദ്ധത്തിന് ജയമാണ്. അപ്പൊ ഫെലിസ്തീൻ കമ്പറ്റ് കൂടി ഇവർക്ക് ജയം വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവിടെ കൊല്ലന്മാരൊത്തിരി ഉണ്ട്. കൊല്ലൻ ഇസ്രായേലി എമ്പടി കൊല്ലനുണ്ട്. കൊല്ലന്റെ പണി എന്നാ? ആയുധം ഉണ്ടാക്കുക. പെന്തിക്കോസുകാരന്റെ പണി എന്നാ? അതാ പെന്തിക്കോസുകാരന്റെ പണി. അവനുണ്ടാക്കുന്ന ആയുധത്തിൽ ഒരു ഭാരം എടുത്ത് കുഞ്ഞുഞ്ഞോട്ടിക്ക് വെച്ചേച്ച് പമ്പി എടുത്ത് ഗ്ലോറി പറയാം. ഗ്ലോറി 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 ഒറ്റ ഭാരം എഴുതുന്നുണ്ടെന്ന്. നമ്മുടെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയാണ്.
അപ്പൊ ഇസ്രായേലിൽ കൊല്ലൻ എപ്പോഴുള്ളത് കൊണ്ട് ആയുധത്തിന് ഭയമില്ല. ആയുധത്തിന് ഭയമില്ലാത്തതിനാൽ യുദ്ധത്തിൽ ജയമുണ്ട്. അത് ഫെലിസ്ത്യർ കണ്ടുപിടിച്ച് ഇസ്രായേലിലെ കൊല്ലനെയെല്ലാം ഫെലിസ്ത്യർ ഒതുക്കി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലൻ ഇല്ല. വായിച്ച 13:19. 13:19. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. കൊല്ലനില്ല. കൊല്ലന്റെ പണിയിൽ പച്ചിരിമ്പ് കാച്ചി പഠിപ്പിച്ച് അടിച്ച് ക്രമപ്പെടുത്തി ആയുധം ഇങ്ങനെ ഉണ്ടാക്കുക കൊല്ലന്റെ പണി. ഇപ്പൊ കൊല്ലനില്ല. ഇപ്പൊ ഈ പച്ചിരിമ്പ് കൊണ്ടുവന്ന് അത് കാച്ചി പണ്ടൊക്കെ ആലയെന്നാ പറയാം. ആലയെന്നല്ലേ ചോദിച്ചാ ഇല്ല ഇങ്ങനെ വെക്കുന്നതന്നെ അവിടെ ഓലയോ ആല് ഒലയൊക്കെയാ. അപ്പൊ അതിങ്ങനെ ഒരാടി വെക്കും, അത് തീക്കകത്ത് വെക്കും, നല്ല കടല്. അപ്പോൾ പച്ചിരിമ്പ് അതിനകത്തോട്ട് വെക്കും. അത് ഇത് നല്ല പഴുത്ത ചെമ്പരത്തിപ്പൂ കളറാകും. ഒരു കൊടിൽ കൊണ്ട് പിടിച്ച് ഒരു കൽത്തട്ടിക്കകത്ത് വെള്ളമുണ്ട്. വെള്ളത്തിൽ നമ്മൾ ചൂന്നൊരു ശബ്ദം കേൾക്കാം. പിന്നെ വേറൊരു വലിയ കൂടത്തിൻ്റെ മേലോട്ട് വെച്ച് അടിച്ച് പഴുത്തിരിക്കുകയല്ലേ. അടിച്ച് പല പരുവത്തിനാക്കി കാച്ചി പഴുപ്പിച്ച് അടിച്ച് ക്രമപ്പെടുത്തി നല്ല മിനുസമുള്ള ആയുധമാണ്. വലിയ വെത്തപ്പാടാണ്. ഇപ്പൊ അങ്ങനെയുള്ളവരില്ല. ഇപ്പം ഞാൻ എന്നെയും കൂടെ പറയും. ഇപ്പൊ അങ്ങനെ മാസ്റ്റർമാര് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് വേറെ പുസ്തകം വായിച്ച് ധ്യാനിച്ച് തൂതൊരുക്കി ഒത്തുമാറ്റം നോക്കി വേറെ പുസ്തകം വായിച്ച് കണ്ടുപിടിച്ച അതൊന്നും ഇപ്പൊ മാസ്റ്റർമാര് എല്ലാവരും ഒന്നും മെനക്കെടുത്ത് ഇപ്പൊ എല്ലാം ഗൂഗിളിൽ തപ്പിയാൽ മതി. ഒരു ജോലിയില്ല. ഇപ്പൊ എല്ലാം ഗൂഗിൾ പാസ്റ്റർമാരാണ്. പാസ്റ്റർ ഗൂഗിള് ഇപ്പൊ മുമ്പോട്ട് വന്ന് 10 മിനിറ്റ് വരവ് കാണുമ്പോഴേ ഒരു ഗൂഗിളാണ്. 2 പോയിന്റുമായിട്ടായി വരുന്നത്. രണ്ടാമത്തെ പോയിന്റ് വരുമ്പോഴേ മേരി ഇളകുന്ന പോയിന്റാണ് പുള്ളിയുടെ കയ്യിൽ. മേരി ഇളകിയാൽ മതി, പിന്നെ സഭ മൊത്തം ഇളക്കിട്ട് കൊടുക്കും. എല്ലാം ഗൂഗിളാണ്. മെനക്കെടാൻ കഴിയത്തില്ലല്ലോ. ഇല്ലല്ലോ, മെനക്കെടാൻ കഴിയത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, പണ്ട് ബൈബിൾ സ്കൂളിലൊക്കെ പോയി പഠിക്കണം. 2-3 കൊല്ലം പഠിക്കണം. ചിലപ്പോൾ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം. അവിടുത്തെ നടത്തിപ്പുകാർ പറഞ്ഞ അനുസരിച്ച് വിധേയപ്പെട്ട അവർക്ക് അവരുടെ ദോഷമൊന്നും വന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുവാൻ ഇപ്പൊ അങ്ങനൊന്നും പോയി ഇരിക്കാനും പഠിക്കാനും ഒന്നും നേരവും ഇല്ല, താല്പര്യവും. ഒറ്റ രാത്രി കൊണ്ട് റോറൻ്റായി കളയും. നേതാക്കന്മാർക്ക് കാശ് കൊടുത്താൽ മതി, അന്നേരം പാസ്റ്റർ ആക്കുകയും ചെയ്യും. ഇത് തന്നെ അതുപോലും ഇതൊന്നും അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. കല്യാണത്തിന് ഉപയോഗസമ്മതം ചെറുക്കനോട് പറയേണ്ട പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നത് പെണ്ണിനോട് പറയേണ്ടത്. പിന്നെ കൊച്ചുങ്ങൾ നേരത്തെ എല്ലാം പറഞ്ഞിട്ട് വന്നതുകൊണ്ട് അവർക്ക് അവർ പറയേണ്ടതെല്ലാം പറഞ്ഞ് ബോണ്ടെടുത്തെല്ലാം പോയിട്ട് അതുങ്ങൾ പിന്നെ കല്യാണ ദിവസം എല്ലാവരെയും കളിപ്പിക്കാനായിട്ട് മിണ്ടുന്നില്ല. അവർ പാസ്റ്റർമാരൊക്കെ കൊണ്ട് വാത്സല്യം പ്ലസിനെ ഓർക്കുമ്പോൾ അവനൊന്ന് ഓടുക രീതിയിരിക്കുക ഒന്നും അറിയത്തില്ല. പ്ലസിനെ ഓർക്കുമ്പോൾ ഈ സഭയുടെ മുത്താണ്. പിന്നെ മുത്തിന്റെ ചരിത്രം ഒന്നും പറയാതിരിക്കുന്നതാ. മനസ്സിലാകുന്നില്ല. കൊച്ചുങ്ങൾ രണ്ടും ഹൃദയത്തിൽ തിരിഞ്ഞ് വിട്ടിയൊക്കെ എന്നെ പറയാം. നമ്മൾ സ്മാഷ് പാർക്കിൽ പോയ കാര്യമൊന്നും അവര് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൊടൈക്കനാലിൽ പോയത് അത് വിട്ടി ഒന്ന് മാഷന്മാരിൽ നിന്ന് ഇങ്ങനെ കസറില്ല. കൊച്ചുങ്ങൾ പറഞ്ഞു വല്ലജാതി നിർത്താനുണ്ടെങ്കിൽ അല്ലെ ഞാൻ തമാശ പറഞ്ഞാലില്ല. കൊച്ചുങ്ങൾ നിന്ന് വ്യാകുല. അവര് സകല കാര്യം കഴിഞ്ഞേച്ചാ മിണ്ടുന്നില്ല. പണ്ടൊരു കല്യാണത്തിന് ഇപ്പൊ ഞാനും കൊണ്ട് അന്തപ്പെട്ടിരിക്കുക. പെണ്ണ് ചെറുക്കനും ഞാൻ പറഞ്ഞ ബിലിപ്പാസ് കാലിനെ അറിയാവുന്നത് ഞാൻ പറയുന്നില്ല. ഭയങ്കര കല്യാണമാണ്. ഞാനും ഉണ്ട്. എന്തായാലും സെൻട്രൽ പാസ്റ്റർ പറയാ വാത്സല്യ മകളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എന്നാ ചെറുക്കനെ ഉള്ളും കൊണ്ട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോൾ 2 കൂടെ അങ്ങ് അടുപ്പമായത്. അവൾ ഓർത്തഡോക്സാണ്. 2 കൂടെ കയറി അങ്ങ് റെഡിയായി. അവസാനം
അവൾ പറഞ്ഞു നിന്നെ മാത്രമേ ഞാൻ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നെ അതിനിടയ്ക്ക് അമേരിക്കക്കാരുടെ പ്രപ്പോസൽ വന്നപ്പോൾ ഇവൻ നോക്കി വലിയാൻ നോക്കി. വലിയാൻ നോക്കിയപ്പോൾ അവൾ പറഞ്ഞ് അപ്പനോടും മോനോടും പറഞ്ഞ് എന്നെ കെട്ടാലെങ്ങാനും വേറെ കെട്ടിയാൽ തന്തയുടെയും മോൻ്റെയും പേരെഴുതി വെച്ചേക്ക് അത് തൂങ്ങിച്ച് അതിന് രണ്ടിനെ ഞാൻ വെട്ടിനകത്തായി. ഓമനമാമിക്കറിയാം ഞാൻ ആളുടെ പേര് പറയാം. യോഗം കഴിഞ്ഞ് പറയാം. യോഗം കഴിഞ്ഞ് ഞാൻ പറയാം. ഓമന ഞാൻ പറഞ്ഞ ആളിനെ അറിയാം. വെട്ടിനകത്തായി. അവസാനം കല്യാണം നടത്തി. കല്യാണം നടത്തിയപ്പോൾ സക്രമാസം പറയാം ഈ പുള്ളിയോട് വേറെയാണ് പറഞ്ഞു കൊടുത്തത്. എന്നാലും തിരക്കണ്ടേ? പുള്ളി പറഞ്ഞു വാത്സല്യ മകളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് ഈ വിശ്വാസത്തിന് വേണ്ടി ഏറെയായിട്ട് അവിടെ തലേന്ന് രാത്രി കൊണ്ട് മുക്കിയതാണ്. അവിടെ കൂട്ടമെല്ലാം കൊണ്ടിരിപ്പുണ്ട്. ഇവനല്ല എന്നെ വിവരദോഷികളാണ്. ചുമ്മാ കയറി ആവശ്യമില്ലാത്തൊന്നും പറയരുത്. കൂടുതൽ കിളത്തുമൊന്നും വേണ്ട. അതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ ചുമ്മാ വാസന്മാരുടെ കാര്യം ഇട്ടുമെന്ന് പറഞ്ഞ് കയറി വകുപ്പൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ തെറി പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് വളരെ ചിന്തിച്ച് ആലോചിച്ച് സൂക്ഷിച്ച് വേണം ഒരു കാര്യം പറയാൻ. ഞാൻ സവിധം അവളും അന്തം വിട്ടിരിക്കുക. അയ്യോ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഒന്നും ഇന്നലെ 5:30 എന്നെ കൊണ്ട് മുട്ടിയത്. 2 പ്രാവശ്യം ഒന്ന് കസറില്ല. ഈ വാത്സല്യ മകളെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. അവൾ ഈ വിശ്വാസത്തിന് വേണ്ടി ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് അവളാണിപ്പോ കമ്പനിമാരെല്ലായിട്ട് അതിലെല്ലാം കറങ്ങി നടക്കുന്നത്. മനസ്സിലാകാതെയാണോ പൊട്ടം കളിച്ചതാണ്? സ്തോത്രം. നമുക്ക് ആ വിഷയം വിട്ടേക്കാൻ വെറുതെ എന്തിന് ആലോചന ഉണ്ടാക്കുന്നത്? അപ്പൊ ഇസ്രായേലിൽ ഇപ്പൊ ഒറ്റ കൊല്ലനെ കാണാനില്ല. കൊല്ലനില്ല. പച്ചരിപ്പ് കാച്ചി പഠിപ്പിച്ച് അടിച്ച് ക്രമപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കാൻ മെനക്കെടുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല. വന്ന് കൊല്ലനില്ല. വായിച്ച് 13:19. എന്നാൽ ഇസ്രായേൽ ദേശത്തെ ഒറ്റ കൊല്ലനെ കാണാനില്ല. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് പറഞ്ഞവരെ കമ്മിറ്റി കൂടി വിദ്യാഭ്യാസം വാളും കുന്തോ തീർപ്പിക്കരുത്. അടുത്തത് ഇസ്രായേലിന്റെ ഒഴിവ് കലപ്പ മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ബലിസ്തീന്റെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അടുത്തതാണ് എന്നാ മമ്മട്ടി കലപ്പ മുപ്പത്തി എന്നിവയ്ക്കായിട്ട് മുടിക്കോൽ മുടിപ്പാൻ അവർക്ക് അലവുണ്ടായിരുന്നു. അടുത്തത് ആകയാൽ യുദ്ധസമയത്ത് യവനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒറ്റ ഒരുത്തന്റെ വാളുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? യുദ്ധം പറഞ്ഞപ്പോൾ ഒറ്റ ഒരുത്തന്റെ വാളുമില്ല, കുന്തവുമില്ല. 14:52 വായിച്ചത് വീരന്മാരും ചൂരന്മാരുമാണ്. എല്ലാം മിടുമിടുക്കന്മാരാ. പക്ഷെ ഒറ്റ ഒരുത്തന്റെ വാളുമില്ല, കുന്തവുമില്ല. പിന്നെ ചുമ്മാ നിന്ന് ഭക്ഷിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഗ്ലോറി, വിക്ടറി, ജീസസ് റൈറ്റ് നൗ. ചുമ്മാ പണി കെട്ടിക്കുക. ഒറ്റ ഒരുത്തന്റെ വാളുമില്ല. ചുമ്മാ ഈ പിള്ളേർ പറയുമ്പോ പൊട്ടാശാണ്. പണ്ട് കല്ലേ വെച്ച് പൊട്ടിക്കാൻ എല്ലാം പൊട്ടാശ. ഒറ്റ ഒരുത്തന്റെ ആയുധമൊന്നും മുഴുത്ത കൈ കെട്ടി വെക്കുന്നതല്ല. ആകയാൽ യുദ്ധസമയത്ത് ശമനിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റ ഒരുത്തന് വാളുമില്ല, ഒറ്റ ഒരുത്തന് ആയുധമില്ലെന്ന്. എത്ര പേർക്ക് ആയുധമില്ലാത്തത്? ഒരു വാക്യം വായിച്ച ന്യായാധിപന്മാർ 5:6 ഇന്നലെ വായിച്ചതാ. എത്ര പേർക്ക് ആയുധമില്ലാത്ത കണക്കുണ്ട്? ചൂട് വെള്ളത്തിന് ചൂടില്ല. അതിന് പണ്ട് വൈകിട്ടാണ് നമ്മൾ യോഗത്തിലാ പോയി മരുന്ന് വെള്ളം കുടിക്കാൻ പറ്റും. ആ ഇവർ താഴോട്ട് വായിക്കാൻ അനാഥിപുത്രനായ ശങ്കരനായ യാഗേലി കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൊണ്ട് നടന്നു. സഹോദരിയാകുന്ന ഞാൻ എഴുന്നേൽക്കുന്ന നാൾ വരെ ഇസ്രായേലിൽ മാതാവായിട്ട് എഴുന്നേൽക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി അനേകം
ഗോപുരദ്വാരത്തിൽ യുദ്ധം ഭവിച്ചു. അടുത്തത് ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കണ്ടില്ല, യുദ്ധം കണ്ടില്ല. അപ്പം 40,000 എണ്ണത്തിന് ആയുധമില്ല. ചർച്ചക്ക് ഭയങ്കര ഗ്രോത്ത. നേരത്തെ കണ്ടില്ലെങ്കിൽ പാർക്കിംഗ് സൗകര്യമില്ല, പിന്നെ സീറ്റ് കിട്ടുകയല്ല. ഏർലി മോർണിംഗിലെ നമ്മൾ പോകണം. അതൊക്കെ നല്ല കാര്യം. സ്വോത്രകാഴ്ചയൊക്കെ എത്ര സഞ്ചിക്കാത്ത ആകത്തോട്ട് കൊണ്ടുപോകുന്നത്. ചെല്ലുപടത്തിൽ ലക്ഷങ്ങളാണ് സ്വോത്രകാഴ്ച, എതിർക്കുന്നില്ല. ആയുധമില്ലാത്ത എത്രയാണ്? 40,000. വലിയ ഹോളൊക്കെ പണിതിട്ടുണ്ട്, ആളുമുണ്ട്, മേളമുണ്ട്, ബഹളമുണ്ട്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളമുണ്ട്. പക്ഷേ ഒറ്റ ഒരുത്തന്നെ ആയുധമില്ല. ആയുധമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുധം സർവായുധ വർഗമാണ്. അതിൽ ആദ്യത്തെ ആയുധം തന്നെ സർവായുധ വർഗം. അതിലാദ്യത്തത് അതില്ല. കൈ വിട്ട് ഹാപ്പ് കുടിച്ചു, സത്യം വിട്ട് ബോണ്ടായും കട്ടങ്ങാപ്പി സത്യം വിറ്റ്. നമുക്ക് ലഭിച്ച സർവായുധ വർഗത്തിന്റെ ആദ്യത സത്യം നിങ്ങളുടെ അരക്ക് കെട്ടണം. അതില്ല. സത്യം എന്നുള്ളത് 1965 പോയി അറബിക്കടലിൽ കിടന്നു. അതില്ല. ഒരെണ്ണം സത്യം പറഞ്ഞോ, എവിടെ പോന്നു? ഇത്തരം വരെ. അങ്ങനെ നല്ല ഇന്ന് വരെ കേട്ടിട്ടുമില്ല. ഇത്തരം കടവാനം കേട്ടിട്ടുണ്ട്, മറുതാണവും കേട്ടിട്ടുണ്ട്, ഉഗ്രാനകുത്തം കേട്ടിട്ടുണ്ട്, ഉപ്പനങ്ങാടി കേട്ടിട്ടുണ്ട്, നെല്ലിയാടിയും കേട്ടു. ഇത്തരം അതിവിടെ എവിടെയും ഉണ്ടോ? ഉണ്ടാകണം. ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തരം എന്ന് പറഞ്ഞാൽ വിളക്കാനുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താൽ സത്യം പറയുകയില്ല. മോൻ എവിടെ പോയി? അവൻ്റെ സ്ഥലം വരെ പോയതാ, അവൻ ദുബൈയിൽ പോയതാ. സത്യം പറയുക. ചിലരുടെ ചോദിച്ചാൽ സത്യം പറയത്തില്ലല്ലോ. പറയുകയില്ല. സത്യമില്ല. സർവായുധ വർഗത്തിന്റെ ആദ്യത്തെ ആയുധം സത്യം. അത് അരക്ക് കെട്ടണം. അതില്ല. 40,000 എണ്ണത്തിന് ആയുധമില്ലാതെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഹോള് നിറച്ച ആളുണ്ട്, പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടി എല്ലാവരും കാറാകാൻ വരുന്നത് നല്ല കാര്യം. എല്ലാ അമേരിക്കൻ പണവും വെളുപ്പണം പേർഷ്യൻ പണവും ഒക്കെ ഇഷ്ടം, അതൊക്കെ നല്ല കാര്യം. പ്രൈസ് ആൻഡ് പെർഷിപ്പിന് 101 പേരാ കൈയൊക്കെ കെട്ടിരിക്കുന്നത്. 101. അതൊക്കെ നല്ല കാര്യം. വാദ്യമുള്ള സ്റ്റേജ് മുഴുവൻ വാദ്യമുള്ള നല്ല കാര്യം. പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഡോക്ടർ റവറൻഡ് സോ ആൻഡ് സോ, അതും നല്ല കാര്യം. പക്ഷെ ഒറ്റ ഒരുത്തന്നെ സത്യമില്ല, ആയുധമില്ലെന്നാണ്. ആകയാൽ യുദ്ധസമയത്ത് ശബരിനോടും യോനാഥാനോടും കൂടെയുള്ള ഒറ്റ ഒരുത്തന് വാളുമില്ല, കുന്തവുമില്ല. ഉള്ളത് ശബരിനും അവന്റെ മകൻ യോനാഥാനുമാണ്. അവന് ഭൂതവും. മിടുക്കന്മാർ കൊച്ചെടുക്കാൻ ആയുധമില്ല, ഉള്ളത് ശബരിന്, അയാൾക്ക് ഭൂതവും. അങ്ങനല്ലേ? വായിച്ചേ വായിക്കും. ആകയാൽ യുദ്ധസമയത്ത് അടുത്തത് ശബരിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ആയുധമുള്ളൂ. അയാളാണ് ഉറഞ്ഞു ഉള്ളുകയും. ആരാ? ഷാജി കയറിയിട്ട് ഉറഞ്ഞു. അങ്ങനെ തിരുമേനി അരമനക്കകത്ത് ഉറഞ്ഞു ഉള്ളിയെന്ന്. അതിന്റെ ഭൂതമാണ്. എന്നാ അയാൾക്ക് ഭൂതമാണ്. അയാളെ ആയുധം വാങ്ങാൻ വെച്ചപ്പോ ആയുധത്തിന് കുഴപ്പടി. ഇന്നലെ വായിച്ചതാ, ശബലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. അപ്പൊ ആയുധത്തിനും കുഴപ്പമാണ്. അപ്പൊ ഇങ്ങനെ മുഴുവൻ അലങ്കോലമായി എല്ലാം പേടിച്ച് പുറകോട്ട് ഓടി. ശബരിന് ഭൂതവും ഒരേ പതിയും ചാടി ആകെ പ്രശനകലുഷിതമായ അന്തരീക്ഷത്തിലാണ് ദാവീദ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്.
ഇശായി തന്റെ മകനാകുന്ന ദാവീദിനെ വിളിച്ച് പറഞ്ഞ, മോനെ, ചേട്ടന്മാരെല്ലാം മിലിട്ടറിയിലാണ്, പട്ടാളത്തിൽ. ഷമ്മ, ഏലിയാവ്, ശിമയി, നിന്റെ ചേട്ടന്മാരെല്ലാം മിലിട്ടറിയിലാണ്, ഒരു വിവരവും ഇല്ല, അതുപോലെ മൊബൈലും ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യ്, ഒരു പറ മലര് 10 മരക്കട്ടി ഇതുമായിട്ട് നീ പടക്കളത്തിൽ ചെല്ലണം. പാൽക്കട്ടി 10 സഹസ്രാധിപനെ കൊടുക്കണം. നീ ഈ പാളയത്തിൽ ചെന്ന് ചേട്ടന്മാരുടെ ക്ഷേമം അറിഞ്ഞ് ലക്ഷ്യവും വാങ്ങി തിരിച്ചു വരണം. ഇശായിയുടെ ആജ്ഞയാൽ ദാവീദ് പടക്കളത്തിൽ വന്നു. ദാവീദ് പടക്കളത്തിൽ വന്നപ്പോൾ ഗോലിയാത്ത് വെല്ലുവിളിക്കുക, ദൈവത്തെ നിന്ദിക്കുന്നു. ഈ നിന്നാവാചകം കേട്ട ദാവീദ് അടങ്ങുന്നില്ല. എന്റെ ഭാഷ പറഞ്ഞാൽ അഭിഷേകത്തിന് ശക്തിയായി. അവൻ അതിന് മുമ്പേ തോട്ട് കളഞ്ഞ് ഒരു 5 കല്ലെടുത്തു. ഒരു സഞ്ചി, 5 കല്ല്, ഒരു കവണ, ഒരു വടി. അവൻ ഗോലിയാത്തിന് നേരെ അങ്ങോട്ട് ചെല്ലുക. ചെല്ലാൻ നേരത്ത് ശമ്പയും ഏലിയാവും ഒക്കെ ചോദിച്ചു, പയ്യ പറഞ്ഞില്ല, ഇറങ്ങിടുമെന്ന് പറഞ്ഞു. 40 days ഫാസ്റ്റിംഗ് പറയാം. ദാവീദ് പറഞ്ഞ, അകന്ന് എനിക്ക് വിഷയമല്ല, ഇതിനെ ഞാൻ നാടില്ല, ഞാൻ നാട്. ഉടനെ ശിമയി ചോദിച്ചു, ആടിനെ ആരായി? ആടിനെ അങ്ങനെ ഏൽപ്പിച്ചാവാന്നെന്ന് പറഞ്ഞു. നല്ല ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഉടനെ വേറെ ചോദിച്ചു, ഏത് ബൈബിൾ സ്കൂളിലാണ് ബ്രദർ പഠിച്ചത്? ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലാണോ? ദാവീദ് പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചത് ആ നല്ല പുറകോട്ട് ഓടി പോകുന്നതല്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, ബ്രദറിന് ഓർഡിനേഷൻ കിട്ടിയതാണോ സൂപ്പറിന്റെ കയ്യിൽ നിന്ന്? ഞാൻ പറഞ്ഞു, ഓർഡിനേഷൻ കിട്ടിയ പുള്ളിയാണെന്ന് പറയുമ്പോൾ അതെല്ലാം ആടിയിരിക്കുന്നുണ്ട്. ഓർഡിനേഷൻ കിട്ടിയ വലിയ പുള്ളി ചൗല് തൈലപാത്രത്തെ തൈലം എടുത്താൽ ഓർഡിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പാട്ട് അങ്ങനെ ആരാധന വരുമ്പോൾ 2 കവളി കൊണ്ട് ഒരേ 15 ആടിയിരിക്കുക. ഓർഡിനേഷനൊക്കെ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ ഒരാൾ ചോദിച്ചു, ബ്രദർ ആരെയും മുക്കിയിട്ടുണ്ടോ? ഇവന്മാരെല്ലാം മുങ്ങി. ഞാൻ വിവരിക്കുന്നില്ല, എല്ലാം ഒത്തിരി ചോദിക്കുമ്പോൾ ദാവീദ് മനസ്സിലായി, ഇവന്മാർ കയറ്റിവിടയില്ല, ഇവന്മാർ ഗുണമാകത്തുമില്ല, ഒരുത്തനെ ഗുണം പിടിപ്പിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ദാവീദ് പിന്നെ ഗതിയിലില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, സാക്ഷ്യത്തിന് 1 മിനിറ്റ് തരാമോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞത്, കമ്മിറ്റി കൂടിയെങ്കിലേ ഒക്കുള്ളൂ. ഈ നരേന്ദ്രമോദിക്ക് അടിക്കുന്നതിനാ കമ്മിറ്റി. എന്നാലും ആട്ട് കൂടാൻ പറഞ്ഞു. കമ്മിറ്റി കൂടിയപ്പോൾ അവർ പറഞ്ഞു, ഒരു പയ്യൻ വന്ന് നിൽക്കൊണ്ട് അവന് 2 മിനിറ്റ് സാക്ഷ്യത്തിന് ചോദിക്കുന്നു, കൊടുക്കണമെന്ന്. ഉടനെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ബേച്ചാൻ എന്ന് സാക്ഷ്യം പറയും, പിന്നെ ചാക്കോച്ചാൻ സാക്ഷ്യം പറയാനിരിക്കുക, പിന്നെ ചാക്കോച്ചാൻ്റെ മോള് UK വന്നിട്ടുണ്ട്, അവള് സാക്ഷി പറയും, പിന്നെ ലണ്ടനിൽ നിന്ന് നമ്മുടെ സിസ്റ്റർ സോളി വന്നിട്ടുണ്ട്, അവൾക്ക് പറയണം, പിന്നെ ബ്രദർ പിന്നെ ജിബു സാക്ഷ്യം പറയണം. അതിനിടയ്ക്ക് അവന് കൊടുക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവരെല്ലാം മെനക്കേട് കേസുകളായി പറയാനിരിക്കുന്നതല്ല. നല്ലവനും വല്ലവനും എന്ന് പറഞ്ഞ് കറങ്ങാൻ നിൽക്കുക. ഇതാണ് നമ്മുടെ സാക്ഷി. എനിക്ക് വയ്യാത്തോണ്ടല്ലേ കാണിച്ചാൽ. മെനക്കേട് കേസാണെന്നില്ല. ഞായറാഴ്ച ചുമ്മാ വന്നിരുന്നൊക്കെ കാണുക, കുളച്ചക്കറ കറങ്ങും പോലും ഇത് കറങ്ങുന്നതല്ലാതെ. അപ്പൊ ഇതെല്ലാം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, വെച്ചാൽ ഒരു കാര്യം ചെയ്യേ, എന്നാൽ 2 മിനിറ്റ് വേണ്ട, 1.5 മിനിറ്റ് മതി വന്നു. ആരെയും കൂടെ വേച്ചാൻ കൊടുത്തേരാ. പെട്ടെന്ന് പറഞ്ഞു ചിരിക്കണം കേട്ടോ. ദാവീദ് പറഞ്ഞ് സാക്ഷ്യം ഇതാ, ഒരു പാട്ടിന്റെ ശീലം പാടിയിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ആടുകളെ വെച്ച് നാട്ടിലായിരുന്നു. ഒരിക്കൽ സിംഹം വന്ന് ആട്ടുംകുട്ടിയെ പിടിച്ച് നോക്കുന്നതിൽ ഒറ്റയടിക്ക് മേത്താടിയും പിന്താടിയും അകത്ത് ആട്ടുംകുട്ടിയെ പിടിച്ച് വാങ്ങി. ഇതുപോലൊരു കരടി വന്നു, ഒറ്റയടിക്ക് ഒതുക്കിയ ആട്ടുംകുട്ടിയെ പിടിച്ച് വാങ്ങി. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്കിൽ നിന്ന് ഇത് കേട്ടപ്പം നൊരയും 15 ആടുന്ന പുള്ളിക്ക് ഇളക്കമായി. പുള്ളിയോട് ചോദിച്ചു, അഭിനയേ ആ പയ്യനേതാന്ന് ചോദിച്ചു. പറഞ്ഞത് ഇശായിയുടെ ഏറ്റവും ഉള്ളതാണ്, എൻ്റെ ഏട്ടന്മാരാ മിലിട്ടറിയിൽ. നീ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചേച്ചേ ആ കോട്ട് ഊരി കൊടുത്തേക്ക് പറഞ്ഞു, നീ കോട്ട് ഇട്ടുണ്ട് പോകാൻ. പുള്ളി പറഞ്ഞു, ഈ കോട്ടിട്ടാൽ എനിക്ക് കോട്ട് വരും. എനിക്ക് ഇങ്ങനെ കോട്ട് വന്നാൽ നിൽക്കില്ല, കോട്ടിട്ടേ ഇട്ട കോട്ട് അതുപോലെ ഊരി അങ്ങോട്ട് സ്തോത്രം. ഏതായാലും തിരുമേനിക്കാൻ കോട്ട് തന്നെ ആയിക്കോട്ടെ, എനിക്ക് വേണ്ട. ആ വീട് എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ സഞ്ചിക്കകത്ത് കൈയിട്ട് കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി സ്തോത്രം പെരുത്തിൽ നെറ്റിക്കിട്ട് ഉന്നം പിടിക്കണം. അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ അമ്മേ? അങ്ങനല്ലേ?
നെറ്റിക്കിട്ട് അങ്ങനെയല്ലേ മകൻ ആ ദാവീദ് തന്റെ ഈ കണ്ടിട്ടൊരു കല്ലെടുത്ത് കമണയിൽ വെച്ച് വീശി. അപ്പൻ ഇങ്ങോട്ട് വിട്ടം പറഞ്ഞത് ലക്ഷ്യം വാങ്ങി വരണമെന്നാണ്. ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഫെലിസ്ത്യന്റെ തിരുനെറ്റിക്ക് തുന്നം പിടിച്ചു. കല്ലെടുത്ത് കമണ വെച്ച് വീശി. ഫെലിസ്ത്യന്റെ നെറ്റിക്കിട്ട് കല്ലവന്റെ മുട്ട കൊണ്ടെന്നാണോ? പിന്നെ ആ ഉന്നം പിടിച്ചെടുത്ത് തന്നെ പോകുന്നു. നമ്മൾ നെറ്റിക്ക് ആ ഉന്നം പിടിക്കുന്ന കല്ലവന്റെ മുട്ടയെ കൊള്ളും. അവൻ ആ കല്ലെടുത്ത് നമുക്കിട്ട് നല്ല നമ്മുടെ പിന്നെ 3 ആഴ്ച യോഗത്തിന് വരില്ല. നമ്മൾ പറയുന്നതറിയോ, കഴിഞ്ഞ ദിവസം ആ യോഗത്തിന് പോയത് അത് ഞാൻ വശക്കേടി ഇരുന്നതാണ്. 6 മാല് നോക്കി തീരുമാനോത്രം പറയാതെ വശക്കെടുത്ത വ്യാഴം തന്നെ എഴുതല്ലേ എന്റെ വാരിയെ ചോദിക്കും. ദാവീദ് കല്ലെടുത്ത് കൈ വെച്ച് കവണ വെച്ച് വീശി അവന്റെ നെറ്റിക്ക് തുന്നം പിടിച്ചു. ഒറ്റകർ സൂക്ഷിച്ച കല്ല് നെറ്റിക്ക് വീണില്ല. ഇവൻ കവിണ് വീണത അങ്ങനല്ലേ അമ്മേ? ഇപ്പം വീണതെല്ലാം മറന്നു വീഴുക. കൂടുതലും ബാംഗ്ലൂർ സൈഡാക വീടിന്റെ ഉള്ളിൽ രസമെടുത്തേക്ക് അങ്ങനെ വീണ് കിടക്കട്ടെ അങ്ങനെ കിടക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാം മലന്ന് കിടക്കുക. ഇപ്പൊ പിന്നെ വീഴുന്നവരെ താങ്ങാനായിട്ട് ചിങ്കിടികളുണ്ട്. പണ്ടൊക്കെ ഇവിടുത്തെ അറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഏകവാഴയോ അല്ലെ വലിയ പാടങ്ങളുടെ മാഴ കൊല വലുതായിരിക്കും. അപ്പൊ അത് വെട്ടാൻ ബുദ്ധിമുട്ട്. അതിന് ഇടയ്ക്കൊരു പഴയ ഇങ്ങനെ വെട്ടുമ്പോ പതുക്കെ വരുന്ന കാണാം ഇല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പം ശുശ്രൂഷയിൽ വീട് വരുമ്പോ കുടുംബത്തെങ്ങാനും കട്ടിലെ കിടക്കുന്ന പെണ്ണുങ്ങളെല്ലാം വന്ന് പറമ്പ് വന്ന് വീട് കിടക്കുക. നല്ലൊരു വീട് തലയുടെ വീട് എല്ലാം പൊട്ടി. ചുമ്മാ വീട് പെണ്ണുങ്ങൾ കല്ലത്തില്ല തീരെ മാത്രം പടപെടാന്ന് വീടുക. കൈ കാണിക്കുമ്പോൾ നാട് കിടക്കുന്നല്ല. ഇവർക്കെല്ലാം വട്ടാണ്. വീടാനായിട്ട് തന്നെ ചില പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ആണുങ്ങൾ ഇപ്പൊ ചിലത് വീഴാൻ വരുന്നുണ്ട്. ഉമ്മാർക്ക് ഇവിടെ വന്ന് വീഴണം കുറെ നേരം. നടത്ത പറഞ്ഞ ആണ്ട വരുന്ന് പിടിച്ചോളാം. നാട് കിടക്കുന്നു. ഇവന്മാരും വിളിക്കാം. അന്നാ അവനോട് ഒന്ന് വീഴണ്ടേ? അവനിവരെല്ലാം വീടിച്ചേച്ച് അവൻ വണ്ടിയെ കയറി പോയി. നാട് കിടക്കുന്നല്ല നല്ലത്. ഏതൊരു ഭ്രാന്ത് പിടിച്ചതിനൊക്കെ എന്നെ ചെയ്യുന്നതാണ്. ഇവിടെ വീണത് കവിണ്ണ് വീണു അങ്ങനല്ലേ? കവിണ്ണ് വീണവരെ ദാവീദ് ഓടിയില്ല. ആ ഭാഗത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, ദാവീദ് ഓടി അങ്ങോട്ട് എന്താ എന്റെ ഭാഷയാ, അവന്റെ നെഞ്ചത്ത് കയറി. ആരാ? ഗോലിയാത്തല്ലേ? നെഞ്ചത്തോട്ട് കയറി അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാള് വലിച്ചൂരി അവന്റെ പെടലി വെട്ടി. അങ്ങനല്ലേ? പുറത്ത് കയറിയെന്നൊക്കെ ഞാനങ്ങനെ നെഞ്ചത്ത് കയറിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവന്റെ പുറത്ത് കയറി ഉറക്കെ വായനല്ലേ? അവന്റെ വാള് അവന്റെ ഉറകിൽ നിന്ന് ഊരിയെടുത്ത് തല വെട്ടിക്കളഞ്ഞു. ആ വരവൊന്ന് നോക്കിക്കേ. 40 ദിവസം വെല്ലുവിളിച്ചവനാ. അവൻ വെല്ലുവിളിച്ചോ എല്ലാത്തിനെയും കൊല്ലുവന്ന്. സകല എണ്ണത്തിനെ കൊല്ലും. ഇവന്റെ ഈ വെല്ലുവിളി കേട്ട് സകല എണ്ണം പേടിച്ചാരണ്ട് വിറച്ചേ. ആ കൊച്ചു വാങ്ങി ഇച്ചിരി നേരം വെളിയിലോട്ടൊന്ന് പോയ കഥകൾ തുറന്ന് വെളിയിലോട്ടിറങ്ങി പിണങ്ങി അങ്ങ് പോകരുത്. ഞാനൊരു കാര്യം പറഞ്ഞ് തീർക്കാനല്ലത് കയറി അവസാനം ഉഴക്കും. അവനെ വെളിയിലോട്ടൊന്ന് വിടുന്ന നല്ലതാ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങോട്ട് കയറിയാൽ മതി. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവൻ 40 ദിവസമായിട്ട് നിന്ന് വെല്ലുവിളിക്കുക. കൊല്ലും, സകല എണ്ണത്തിനെ കൊല്ലും. മരണഭീതി മുഴങ്ങുക. സകല എണ്ണത്തിനെ തൂതുവാരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ അഭിഷേകമുള്ള ദാവീദ് വന്നവനെ കല്ലുകൊണ്ടതിന് കവണ്ണിൽ താഴെ വീണപ്പോൾ ഓടിച്ചെന്നവന്റെ പുറത്ത് കയറി അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാള് വലിച്ചൂരി അവന്റെ പെടലി വെട്ടി. ആ പെടലിയായിട്ട് ജയഭേരി മുടങ്ങി വരിക. ഇതാണ് കാൽവറിയിൽ നടന്നത്. ആദ്യം മനിതനാകുന്ന ഞാനാം നിമിത്തം മനുഷ്യവർഗത്തിന് പാപത്തിന്റെ ഭയാനകത വന്നപ്പോൾ മരണഭീതി ഉണ്ടായി. ചിത്തപ്രമങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, കെടുതികൾ വന്നു. ഒന്നാം മനുഷ്യനായ ആനാം നിമിത്തം ആ മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. മരണ
ഞാൻ ഇന്നിപ്പം നിർത്തുക. ബാക്കി വൈകിട്ട് ഓടിയാത്തിന്റെ തലയായിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ശൗല് വന്ന് വർത്താനോടെ പറഞ്ഞു. യോനാഥാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. ഇവൻ കല്ലുമായിട്ട് പോകുന്നതും കല്ലെടുത്ത് കവണയിൽ വെക്കുന്നതും വീശുന്നതും ഉന്നം പിടിച്ച് നെറ്റിക്കിട്ട് ഉന്നം പിടിച്ച് ഒറ്റ ഏറിഞ്ഞപ്പോൾ സൂക്ഷിച്ചെന്ന് നെറ്റിക്കിട്ട് ഉള്ളുകയും അവൻ കവണ് വീഴുകയും ഓടി ചെന്നവൻ്റെ നെഞ്ഞത്ത് കയറുകയും വാളെടുത്ത് വെട്ടി. ഇതെല്ലാം യോനാഥാൻ കണ്ടുകൊണ്ടിരിക്കാം. ഈ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ യോനാഥാൻ ഭയങ്കര താല്പര്യമായി. ശുശ്രൂഷയെ കൊണ്ട് 17 തീർന്നു കഴിഞ്ഞപ്പോൾ യോനാഥാൻ ചെന്ന് ഇവനെ കൈ കൊടുത്ത് രണ്ടുപേരും ഉറ്റ മിത്രങ്ങളായി. അതാ സ്വന്തം പ്രാണന് തുല്യമായി സ്നേഹിച്ചു. സ്തോത്രം. അതാ സ്നേഹം. ബാക്കി വൈകിട്ട് പറയാം. ദൈവത്തിന് മകൻ എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു. കാൽവരിയിൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ യേശു തോൽപ്പിച്ചു. ഓ ദൈവത്തിന്